രാത്രി 10 മണിയോട് അടുത്ത സമയം. 2 ദിവസം തുടർച്ചയായി മഴ പെയ്തു തോർന്നതുകൊണ്ട് തന്നെ നല്ല തണുപ്പുള്ള അന്തരീക്ഷം. നിലമ്പൂർ റോഡിലൂടെ ഒരു ചെറുപ്പക്കാരൻ സഞ്ചരിക്കുന്ന ബുള്ളറ്റ് വളരെ വേഗത്തിൽ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടുകാരന്റെ വിവാഹ പാർട്ടി കഴിഞ്ഞുള്ള വരവായിരുന്നു ജോബിഷ്. മുഴുവൻ പേര് ജോബിഷ് ജോൺ. ഇരുനിറമാണെങ്കിലും കാണാൻ അതിസുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ. മിലിട്ടറി പച്ച ഷർട്ടും കാർഗോസ് പാൻസുമാണ് വേഷം. ജിമ്മിന് പോയി പെരുപ്പിച്ച മസിലുകളോടൊപ്പം ഒത്ത തടിയും വണ്ണവും ഉയരവും. ഒപ്പം പോലീസ് കട്ടിൽ വെട്ടിയൊതുക്കിയ താടിയും മുടിയും എല്ലാം കൂടെ ജോബിഷിനെ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സ്റ്റാൻഡേർഡാണ്. ആർക്കും ബഹുമാനം തോന്നിപ്പോകുന്ന ഒരു വ്യക്തിത്വം. ഇതിനോടൊപ്പം തന്നെ ആളൊരു പോലീസുകാരൻ കൂടിയാണ്. പോലീസുകാരൻ എന്നു പറഞ്ഞാൽ വെറും പോലീസല്ല. ജോബിഷ് ഒരു IPS കാരനാണ്. ഇപ്പോൾ അസിസ്റ്റന്റ് കമ്മീഷണർ തസ്തികയിൽ ജോലി ചെയ്യുന്നു. സർവീസിൽ കയറിയിട്ട് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. ജോബിഷിന്റെ കൂടെ പഠിച്ച ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരന്റെ വിവാഹമായിരുന്നു അന്ന്. അതിന്റെ റിസപ്ഷൻ കഴിഞ്ഞ് വേഗത്തിൽ വീടണയാനായി ചീറിപ്പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആളൊഴിഞ്ഞ റോഡിൽ നിന്നും ഹൈവേയിലേക്കുള്ള റോഡ് എത്താനായപ്പോഴാണ് റോഡരികിൽ ചരിഞ്ഞു വീണ് കിടക്കുന്ന ഒരു ആക്ടീവ ജോബിഷിന്റെ കണ്ണിൽ പെട്ടത്. സ്പീഡിൽ ഓടുന്ന അവന്റെ ബുള്ളറ്റ് ആ ആക്ടീവയെ കടന്ന് കുറച്ച് മുൻപോട്ട് എത്തിയെങ്കിലും അത് കണ്ടതുകൊണ്ട് തന്നെ അവൻ ബുള്ളറ്റ് അവിടെ സ്റ്റോപ്പ് ചെയ്തു തിരിഞ്ഞു നോക്കി. രാത്രി സമയമായതുകൊണ്ടും അധികം വാഹനം പോകാത്ത സ്ഥലമായതുകൊണ്ടും തന്നെ ആ റോഡിലൊക്കെ ആളുകൾ നന്നേ കുറവായിരുന്നു. എന്തോ ആക്സിഡന്റ് ആണെന്ന് മനസ്സിലായ ജോബിഷ് ബുള്ളറ്റ് അവിടെ നിർത്തി ചാവി തിരിച്ചുകൊണ്ട് ബുള്ളറ്റിൽ നിന്നിറങ്ങി ആക്ടീവ വീണുകിടക്കുന്ന ഭാഗത്തേക്ക് നടന്നു. അവിടേക്ക് ചെന്നപ്പോഴാണ് അതിന് തൊട്ടടുത്തായി നിലത്ത് വീണു കിടക്കുന്ന ഒരു പെൺകുട്ടിയെ അവൻ കണ്ടത്. ആ പെൺകുട്ടി വീണ വീഴ്ചയിൽ നിലത്തെ പുല്ലിൽ മുഖം പൊത്തി കിടക്കുകയായിരുന്നു. ജോബിഷ് ഒന്ന് നന്നായി നോക്കിയപ്പോൾ ആ പെൺകുട്ടിയുടെ കാൽ ആക്ടീവയ്ക്കിടയിൽ പെട്ടുകിടക്കുന്നത് കണ്ടു. ഹലോ, എന്താ പറ്റിയത്? അവൻ അത് ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ആക്ടീവ നിവർത്തിയെടുത്ത് സ്റ്റാൻഡ് ചെയ്തു വെച്ചു. ജോബിഷിന്റെ ശബ്ദം കേട്ടതും ആ പെൺകുട്ടി തല പൊക്കി ഒരു കൈ നിലത്ത് കുത്തിക്കൊണ്ട് വേഗത്തിൽ എഴുന്നേൽക്കാൻ നോക്കി. അവൻ അപ്പോൾ അവളെ ചെറുതായൊന്ന് താങ്ങിക്കൊടുക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് അവൾ ജോബിഷിന്റെ മുഖത്തേക്ക് നോക്കിയത്. ഒരു പെൺകുട്ടി തനിച്ച് ഒരു ആളില്ലാത്ത റോഡിൽ. അവിടെ പെട്ടെന്നൊരു ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്തൊരു ഭയം തോന്നി. പോരാത്തതിന് രാത്രി സമയവും. എന്നാലും സഹായത്തിന് ഒരാളെത്തിയപ്പോൾ അവൾക്ക് ചെറുതല്ലാത്ത ഒരു ആശ്വാസവും തോന്നി. ജോബിഷ് ചെറുതായി ഒന്ന് സപ്പോർട്ട് ചെയ്തു കൊടുത്തപ്പോൾ അവൾ വേഗത്തിൽ എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് നിന്നു. എന്തു പറ്റിയതാ? ജോബിഷ് അപ്പോഴാണ് അവളുടെ മുഖത്തേക്ക് നോക്കിയത്. ഒരു ഓറഞ്ച് കളർ ചുരിദാർ ടോപ്പും ലെഗിൻസും ഇട്ടുകൊണ്ട് വെളുത്ത് സുന്ദരിയായ ഒരു പെൺകുട്ടി. അത്യാവശ്യം കാശുകാരിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടാലറിയാം. അത്യാവശ്യം നീളത്തിലുള്ള കറുകറുപ്പുള്ള മുടി പുറകിലേക്ക് കെട്ടിവെച്ചിരിക്കുന്നു. നെറ്റിയിൽ ഒരു കറുത്ത കുഞ്ഞു പൊട്ടുണ്ട്. വെളുത്ത മുഖമാകെ വിയർത്തൊലിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ജോബിഷ് പെട്ടെന്ന് അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയതും ഒരു നിമിഷം കണ്ണെടുക്കാനാവാതെ ജോബിഷ് ഒന്നുകൂടെ അവളെ തന്നെ നോക്കിപ്പോയി. ആരെയും ആകർഷിക്കുന്ന നിഷ്കളങ്കമായ മുഖമായിരുന്നു അവളുടേത്. വല്ലാത്തൊരു സൗന്ദര്യം നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന പോലെ. എന്താ പറ്റിയത്? ജോബിഷ് വീണ്ടും ചോദിച്ചു. എന്തു പറയണമെന്നറിയാതെ ആ പെൺകുട്ടി ഒരു നിമിഷം ഒന്ന് പരുങ്ങി. പിന്നെ മെല്ലെ പറഞ്ഞു, അത് എതിരെ വന്ന ഒരു വണ്ടി ചെറുതായിട്ട്. ജോബിഷ് അപ്പോൾ അവളെയും പിന്നെ അവിടെ ചുറ്റിലും ഒന്ന് നന്നായി നോക്കി. അവിടെ വല്ലാത്ത മദ്യത്തിന്റെ മണമുള്ളതായി ജോബിഷിന് തോന്നി. അവൻ അവളുടെ വണ്ടിയിലേക്ക് ഒന്ന് നോക്കിയ ശേഷം ഒന്നുകൂടി അവളോട് അടുത്തു നിന്നു. ആ പെൺകുട്ടി മദ്യപിച്ചിട്ടുണ്ടെന്ന് ജോബിഷിന് അപ്പോൾ മനസ്സിലായി. അടുത്തേക്ക് പോകാൻ കഴിയാത്ത വിധത്തിൽ അവളെ നന്നായി മദ്യം മണക്കുന്നുണ്ടായിരുന്നു. ആദ്യ കാഴ്ചയിൽ കണ്ട ഇഷ്ടമൊക്കെ അവന് അതോടെ തീർന്നു. രാത്രി സമയത്ത് കുടിച്ച് ലെക്ക് കെട്ട് വണ്ടിയും എടുത്ത് ഇറങ്ങിക്കോളും ഓരോന്ന്, അവൻ മനസ്സിൽ പറഞ്ഞു. കുട്ടി ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ടോ? ജോബിഷ് അവളോട് എടുത്തടിച്ച പോലെ കുറച്ച് ഗൗരവത്തിൽ ചോദിച്ചു. അത് ഇല്ല, കുടിച്ചിട്ടില്ല, അവൾ പറഞ്ഞു. കുടിക്കാതെ പിന്നെ ഈ സ്മെല്ല് എവിടെ നിന്നാ വരുന്നത്? കുടിച്ച് വണ്ടി ഓടിക്കരുതെന്ന് നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ? മദ്യപിക്കുന്നതോ മദ്യപിക്കാതിരിക്കുന്നതോ അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ മദ്യപിച്ച് വാഹനമെടുത്ത് റോഡിൽ ഇറങ്ങുന്നത് കുറ്റമാണെന്ന് അറിയില്ലേ? കാശുണ്ടെങ്കിൽ എന്തും കാട്ടിക്കൂട്ടാമെന്ന ധാരണയാണല്ലോ ഇപ്പോഴത്തെ പിള്ളേർക്ക്. പ്രായത്തിന്റെ ചോരത്തിളപ്പ്, അല്ലാതെന്താ? വെള്ളമടിച്ചിട്ടുണ്ടേൽ വീട്ടിൽ കിടക്കണം. അല്ലാതെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഇങ്ങനെ പൊതുനിരത്തിലേക്ക് ഇറങ്ങരുത്. നിങ്ങളായിട്ട് തന്നെ ഏതെങ്കിലും വണ്ടിക്ക് നേരെ ഇടിച്ചു കയറ്റി അപകടം വിളിച്ചു വരുത്തിക്കോളും. നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്, എതിരെ വരുന്ന വണ്ടിക്കാർക്ക് അതിലേറെ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ ആരോട് പറയാനാ? ചെറിയ പ്രായമല്ലേ ഉള്ളൂ കുട്ടി. എന്നിട്ട് ഇങ്ങനെ വെള്ളമടിച്ച് ബോധമില്ലാതെ ഈ പണിക്ക് ഇറങ്ങണോ?
നിങ്ങൾക്കൊന്നും വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ? അവൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞതും ജോബിഷ് അവളോട് വല്ലാതെ ദേഷ്യപ്പെട്ടു. ആ പെൺകുട്ടി അപ്പോൾ ഒന്നും പറയാതെ അവന്റെ കണ്ണിലേക്ക് നോക്കി എല്ലാം കേട്ടുനിന്നു. അപ്പോഴാണ് അവൾ അവളുടെ ഇടത് കൈമുട്ട് മറുകൈകൊണ്ട് പൊത്തിപ്പിടിച്ചിരിക്കുന്നത് ജോബിഷ് കണ്ടത്. കൈക്ക് എന്തു പറ്റി? പരിക്കുണ്ടോ? ജോബിഷ് ചോദിച്ചു. ഉണ്ട്, അവൾ ചെറിയ ശബ്ദത്തിൽ പേടിച്ചുകൊണ്ട് പറഞ്ഞു. ഓരോ മാരണങ്ങൾ വെള്ളമടിച്ച് ഓരോന്ന് വരുത്തി വെച്ചോളൂ. അതും പറഞ്ഞു പിറുപിറുത്തുകൊണ്ടാണ് ജോബിഷ് അവളുടെ കൈയിലേക്ക് നോക്കിയത്. അവൾ അപ്പോഴും കൈമുട്ടിൽ നിന്ന് പിടിവിടാതെ കൈ പൊത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയായിരുന്നു. നോക്കട്ടെ, ജോബിഷ് പറഞ്ഞപ്പോൾ അവൾ പേടിയോടെ അവനെ തന്നെ നോക്കി. കൈ മാറ്റൂ കുട്ടി, മുറിവ് നോക്കട്ടെ. ജോബിഷ് അത് പറഞ്ഞുകൊണ്ട് അവളുടെ കൈ ഒന്ന് മെല്ലെ അടർത്തി മാറ്റി നോക്കി. അപ്പോഴാണ് മുട്ടിനു താഴെ നന്നായി ഉരഞ്ഞു പൊട്ടി ചോര വരുന്നത് അവൻ കണ്ടത്. അവൻ അപ്പോൾ അവന്റെ പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുത്ത് അതിൽ ടോർച്ച് ഓണാക്കി മുറിവിലേക്ക് അടിച്ചു നോക്കി. വണ്ടിയോടൊപ്പം റോഡിലേക്ക് മറിഞ്ഞു വീണപ്പോൾ ടാറിൽ ഉരസിപ്പോയതാണ്. കൈമുട്ടിന്റെ ഒരു ഭാഗം ചെത്തിയ പോലെ കിടക്കുന്നുണ്ട്. അതിൽ നിന്ന് നന്നായി ചോരയും വരുന്നുണ്ട്. മുറിവ് പൊത്തിപ്പിടിച്ച അവളുടെ മറുകൈയിലും നന്നായി ചോര ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല മുറിവുണ്ടല്ലോ, എന്ത് ചെയ്യാനാ? ജോബിഷ് അത് പറഞ്ഞുകൊണ്ട് അവന്റെ പോക്കറ്റിൽ നിന്ന് വേഗം ടവൽ എടുത്ത് മടക്കി അവളുടെ മുറിവിൽ അമർത്തി വെച്ചു കൊടുത്തു. അവൾ അപ്പോൾ ചെറുതായി ഒന്ന് കരഞ്ഞു. അവൻ അപ്പോൾ അവളോട് പറഞ്ഞു, മുറിവ് നന്നായി പൊത്തിപ്പിടിച്ചോ? ചോര പോകുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ എവിടെയാ ഹോസ്പിറ്റൽ ഉള്ളത്? ജോബിഷ് ഒരു ഐഡിയ ഇല്ലാത്ത പോലെ പറഞ്ഞു. ശേഷം അവൻ അവന്റെ ഫോണിൽ ലൊക്കേഷൻ ഓണാക്കി അവിടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റൽ സെർച്ച് ചെയ്തു. എന്നിട്ട് അവളോട് പറഞ്ഞു, ഇവിടെ 2 കിലോമീറ്റർ അപ്പുറത്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ട്. അവിടെ പോയി മരുന്ന് വെക്കാം. കുട്ടിയുടെ വീട് എവിടെയാണ്? അവൻ അവളെ നോക്കി ചോദിച്ചു. വീട് ഇവിടെ നിലമ്പൂരിനടുത്ത്, അവൾ പറഞ്ഞു. നിലമ്പൂരിനടുത്ത് എന്ന് വെച്ചാൽ സ്ഥലത്തിന് പേരില്ലേ? ജോബിഷ് കുറച്ച് കലിപ്പിലായിരുന്നു. മുതുകാട്, അവൾ പറഞ്ഞു. അവിടെ നിന്ന് എങ്ങനെ ഈ സമയത്ത് ഇവിടെ എത്തി? ജോബിഷ് പോലീസ് ഭാഷയിൽ അവളെ ചോദ്യം ചെയ്യുകയായിരുന്നു. അവൾക്ക് ജോബിഷിനോട് എന്തു പറയണമെന്ന് വാസ്തവത്തിൽ അറിയുന്നുണ്ടായിരുന്നില്ല. അവൾ ആകെ പേടിച്ച പോലെ നിൽക്കുകയായിരുന്നു. ചോദിച്ചത് കേട്ടില്ലേ? മുതുകാടിൽ നിന്ന് ഈ രാത്രി സമയത്ത് നീ എവിടെ പോവുകയായിരുന്നു എന്ന്. ഞാൻ വണ്ടിയെടുത്ത് വെറുതെ ഇങ്ങനെ, ആ പെൺകുട്ടി പേടിയോടെ പറഞ്ഞു. മൂക്കറ്റം കുടിച്ച് വണ്ടിയുമെടുത്ത് ഇറങ്ങിയതാണല്ലേ? കേസാക്കാനുള്ള വകുപ്പുണ്ട്. ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തൽക്കാലം ഞാനൊന്നും ചെയ്യുന്നില്ല. തൻ്റെ അച്ഛൻ്റെ ഫോൺ നമ്പർ തരണം, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. മോളെ കയറൂരി വിട്ടതാണോന്ന് ഒന്ന് ചോദിക്കട്ടെ. തൽക്കാലം നിന്റെ ആക്റ്റീവ ഇവിടെ വെച്ച് വന്ന് എൻ്റെ ബുള്ളറ്റിൽ കയറ്. ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വെക്കാം. ചോര പോകുന്നുണ്ട്, വെറുതെ ഇങ്ങനെ നിൽക്കല്ലേ. വണ്ടിയുടെ കീ എടുത്ത് കയ്യിൽ വെച്ചോ, ജോബിഷ് പറഞ്ഞു. അവൾ അപ്പോൾ ആകെ ഒന്ന് പേടിച്ചു. രാത്രി സമയത്ത് അപകടം പറ്റി നിൽക്കുമ്പോൾ എവിടെ നിന്നോ വന്ന ഒരു ചെറുപ്പക്കാരൻ അവന്റെ ബുള്ളറ്റിൽ കയറാൻ പറയുന്നു. വാസ്തവത്തിൽ അവൾക്ക് ജോബിഷിന്റെ കൂടെ ഹോസ്പിറ്റലിൽ പോകാൻ പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജോബിഷ് അത് പറഞ്ഞ് മുന്നോട്ട് നടന്നപ്പോൾ അവൾ പേടിയോടെ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. എന്തുപറ്റി, വരുന്നില്ലേ? ജോബിഷ് തിരിഞ്ഞു നിന്ന് ചോദിച്ചു. ഇല്ല, സാരമില്ല, ഞാൻ വണ്ടിയെടുത്ത് പൊയ്ക്കോളാം, കൈക്ക് കുഴപ്പമില്ല, അവൾ അവനോട് പറഞ്ഞു. ആ ബെസ്റ്റ്, വണ്ടിയെടുത്ത് പൊയ്ക്കോളാമെന്നോ? ഒന്നാമത് കുടിച്ച് തലയില്ലാതെ നേരെ നിൽക്കാൻ പോലും വയ്യ. അതിനിടയ്ക്ക് കൈക്ക് പരിക്കും. ഈ കൈ വെച്ച് താൻ എങ്ങനെ വണ്ടി ഓടിക്കാനാണ്? വന്ന് വണ്ടിയിൽ കയറ് കുട്ടി. ഇനി എൻ്റെ കൂടെ വരാൻ പേടിയായിട്ടാണെങ്കിൽ വല്ല ഓട്ടോയും വിളിക്കാമെന്ന് വെച്ചാൽ എനിക്ക് ഈ സ്ഥലം വലിയ പരിചയമില്ല. ഇത്ര നേരമായിട്ടും ഒരു ഓട്ടോ പോലും ഇതിലേ പോയിട്ടുമില്ല. എന്താ ചെയ്യുക? ജോബിഷ് അവൻ്റെ പോക്കറ്റിൽ കൈയിട്ടുകൊണ്ട് ഒന്നുകൂടി അവളെ നോക്കി. അവളുടെ കണ്ണുകളിലാകെ അപ്പോൾ വെള്ളം വന്നു നിറഞ്ഞിട്ടുണ്ടായിരുന്നു. മുഖമാകെ സങ്കടം കൊണ്ട് വാടിപ്പോയിരുന്നു. എന്തു പറയണമെന്നോ ചെയ്യണമെന്നോ അറിയാതെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ജോബിഷ് അപ്പോൾ അവളോട് പറഞ്ഞു. നോക്കു കുട്ടി, ആളില്ലാത്ത റോഡിൽ ഈ ഇരുട്ടത്ത് നിൽക്കുന്നത് അത്ര സേഫ് അല്ല. ഒന്നാമത് താൻ ഈ ഒരു അവസ്ഥയിലുമാണ്. തൊട്ടടുത്തല്ലേ ഹോസ്പിറ്റൽ? തൽക്കാലം അവിടെ പോയി മരുന്ന് വെക്കാം. എന്നിട്ട് ഞാൻ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞോളാം. ശേഷം അവൻ അവൻ്റെ ഫോണിലെ ഗാലറി ഓപ്പൺ ചെയ്ത് അതിൽ നിന്ന് ഒരു ഫോട്ടോയും അവൻ്റെ ഐഡന്റിറ്റി കാർഡും അവളെ കാണിച്ചു. എന്നിട്ട് പറഞ്ഞു. ഇതാ നോക്ക്, എൻ്റെ പേര് ജോബിഷ് ജോൺ, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്. നീ ഇത് കണ്ടല്ലോ? അതുകൊണ്ട് ഞാൻ തന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയൊന്നുമില്ല. ധൈര്യമായി കയറിക്കോളൂ. ഈ ഒരു അവസ്ഥ കണ്ടിട്ട് വഴിയിൽ ഉപേക്ഷിച്ചു പോകാൻ തോന്നാത്തതുകൊണ്ടാണ്. നിങ്ങൾ വെള്ളമടിക്കാരോ എങ്ങനെയുള്ളവരോ ആയിക്കോട്ടെ, എന്നെ സംബന്ധിച്ച് താനൊരു പെൺകുട്ടിയാണ്. വഴിയിൽ കണ്ട ഒരു ആക്സിഡന്റ് കേസ്,
എനിക്ക് എൻ്റെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. അതുകൊണ്ട് പ്ലീസ് കം. ജോബിഷ് അത് പറഞ്ഞുകൊണ്ട് അവൻ്റെ ബുള്ളറ്റിൽ കയറി ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി. അവൻ്റെ പിറകെ വന്ന അവൾ ഒന്നുകൂടി അവൻ്റെ കണ്ണിലേക്ക് ദയാപൂർവം നോക്കിയ ശേഷം അവൻ്റെ ബുള്ളറ്റിൻ്റെ പിറകിൽ കയറി ഒതുങ്ങിയിരുന്നു. അവൾ കയറിയതും ജോബിഷ് ബുള്ളറ്റ് മുന്നോട്ടെടുത്തു. നിന്റെ വണ്ടി തൽക്കാലം അവിടെ നിൽക്കട്ടെ, പിന്നെ വന്നെടുക്കാം, അവൻ ഇടയ്ക്ക് വെച്ച് അവളോട് പറഞ്ഞു. അവളൊന്ന് ചെറുതായി മൂളുക മാത്രം ചെയ്തു. ജോബിഷ് നേരെ അവളെയും കൊണ്ട് അവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എത്തി. അവൻ ബുള്ളറ്റ് പാർക്കിങ്ങിൽ നിർത്തി. അവളും അവനും ബുള്ളറ്റിൽ നിന്നിറങ്ങി. വാ. ജോബിഷ് പറഞ്ഞത് പ്രകാരം അവൾ ജോബിഷിന്റെ പിറകെ ചെന്നു. അവൻ നേരെ കൗണ്ടറിലേക്കാണ് അവളെയും കൂട്ടിച്ചെന്നത്. ചെറിയ ഒരു ആക്സിഡന്റ്, കയ്യിൽ മുറിവുണ്ട്, ജോബിഷ് കൗണ്ടറിൽ പറഞ്ഞു. ഓക്കെ സാർ, കാഷ്വാലിറ്റിയിൽ കാണിച്ചാൽ മതി, ഡ്യൂട്ടി ഡോക്ടർ ഉണ്ട്. എന്താ പേഷ്യന്റിന്റെ പേര്? കൗണ്ടറിൽ ഇരിക്കുന്ന സ്റ്റാഫ് ജോബിഷിനോട് ചോദിച്ചു. പേര്? നിന്റെ പേരെന്താ? ജോബിഷ് അവളുടെ മുഖത്തേക്ക് നോക്കി. പാർവതി, അവൾ അപ്പോൾ പറഞ്ഞു. ഓ, ദൈവത്തിന്റെ പേരും ഇട്ടോണ്ട് ഇറങ്ങിയേക്കുവാ വെള്ളമടിച്ച് ബോധമില്ലാതെ ആളെ മിനക്കെടുത്താൻ. ജോബിഷിന്റെ മനസ്സിൽ അപ്പോൾ അതാണ് തോന്നിയത്. എത്ര വയസ്സാണ്? സ്റ്റാഫ് വീണ്ടും ചോദിച്ചു. 24, അവൾ മറുപടി പറഞ്ഞു. സ്റ്റാഫ് വേഗം ടൈപ്പ് ചെയ്ത് പ്രിന്റ് എടുത്ത് അത് അവർക്ക് നേരെ നീട്ടി. ജോബിഷാണ് ഷീട്ട് കയ്യിൽ വാങ്ങിയത്. 200 രൂപ അടയ്ക്കണം, സ്റ്റാഫ് പറഞ്ഞു. ജോബിഷ് അപ്പോൾ അവൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് 200 രൂപ കൗണ്ടറിൽ കൊടുത്തു. അവൾ അവൻ്റെ അരികത്ത് നിന്നുകൊണ്ട് അതൊക്കെ നോക്കിക്കണ്ടു. വാ. ജോബിഷ് ഷീട്ടുമായി മുന്നോട്ട് നടന്നു. പിറകെ അവളും. അവനും അവളും നേരെ കാഷ്വാലിറ്റിയിലേക്കാണ് പോയത്. അവിടെ അപ്പോൾ ഡോക്ടർ ഉണ്ടായിരുന്നു. എന്തു പറ്റിയതാ? അവർ ചെന്നതും ഡോക്ടർ ചോദിച്ചു. ചെറിയൊരു ആക്സിഡന്റ്, ആക്റ്റീവ ഒന്ന് ചെരിഞ്ഞു, കൈക്ക് മുറിവുണ്ട്, ജോബിഷ് പറഞ്ഞു. നോക്കട്ടെ, അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞു ഡോക്ടർ അവളെ അവിടെ കട്ടിലിൽ ഇരുത്തി. അപ്പോഴേക്കും അവിടേക്ക് നേഴ്സും വന്നു. ഡോക്ടർ അവളുടെ കൈ ഒന്ന് നന്നായി നോക്കി. അവൾക്ക് അപ്പോഴൊക്കെ വേദനിക്കുന്നുണ്ടായിരുന്നു. മുറിവ് ക്ലീൻ ചെയ്യണം, കൈമുട്ടിനായതുകൊണ്ട് സ്റ്റിച്ചിടാൻ ബുദ്ധിമുട്ടായിരിക്കും. തൽക്കാലം മരുന്ന് വയ്ക്കാം, ഒരു ഇഞ്ചക്ഷൻ എടുക്കാം. സിസ്റ്റർ, ഇതൊന്ന് ക്ലീൻ ചെയ്യൂ. ഡോക്ടർ സിസ്റ്റർക്ക് നിർദ്ദേശം നൽകി. അപ്പോഴാണ് അവൾക്ക് മദ്യത്തിൻ്റെ മണമുള്ളതായി ഡോക്ടർക്ക് തോന്നിയത്. എന്താ ഒരു സ്മെല്ല്? കുട്ടി ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ടോ? ഡോക്ടർ അവളോട് ചോദിച്ചു. അവൾ ഒന്നും പറയാതെ ഡോക്ടർക്ക് മുൻപിൽ തല താഴ്ത്തി അങ്ങനെയിരുന്നു. അത് ശരി, വെള്ളമടിച്ച് ബോധമില്ലാതെ വണ്ടിയും കൊണ്ട് ചെന്ന് വീണതാണല്ലേ, അതും ഈ രാത്രിയിൽ? പിന്നെ അപകടമുണ്ടായതിന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇങ്ങനെ തന്നെയാ, ആണും പെണ്ണും ഒക്കെ ഒരു കണക്കാ. അവൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് കണ്ടപ്പോൾ ഡോക്ടർക്കും അവളോട് വല്ലാത്ത ദേഷ്യം തോന്നി. ദേഷ്യത്തോടെ വഴക്ക് പറയുന്ന രീതിക്കാണ് ഡോക്ടർ പിന്നെ അവളോട് പെരുമാറിയത്. എന്തിനാ കുട്ടി ഈ പ്രായത്തിൽ തന്നെ ഇങ്ങനെ കുടിച്ചു നശിക്കുന്നത്? മുറിവ് ക്ലീൻ ചെയ്യുന്നതിനിടയിൽ നേഴ്സ് അവളോട് ചോദിച്ചു. ജോബിഷ് അവിടെ കൈകെട്ടി നിന്നുകൊണ്ട് അതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അവൾ കലങ്ങിയ കണ്ണുകളോടെ ജോബിഷിന്റെ മുഖത്തേക്കും ഡോക്ടറുടെ മുഖത്തേക്കും മാറി മാറി നോക്കി. ആരോടും അവൾക്ക് മറുപടി പറയാൻ ഉണ്ടായിരുന്നില്ല. സിസ്റ്റർ മരുന്ന് വെക്കുന്നതിനിടയിൽ എരിവുകൊണ്ട് അവൾ നന്നായി കരയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? കയ്യിലിരിപ്പ് നന്നാവണം, അപ്പോൾ ഇങ്ങനത്തെ പരിക്കൊന്നും പറ്റില്ല, സിസ്റ്റർ ഒരു പുച്ഛഭാവത്തിൽ അവളോട് പറഞ്ഞു. വേദനയും അവരുടെ പെരുമാറ്റവും ഒക്കെ കൂടെ ആയപ്പോൾ അവൾ പെട്ടെന്ന് വല്ലാതെ കരഞ്ഞുപോയി. സിസ്റ്ററും നേഴ്സും അവളോട് പുച്ഛത്തോടെ സംസാരിക്കുന്നതും വഴക്ക് പറയുന്നതും കേട്ടപ്പോൾ അതിൻ്റെ കൂടെ അവളുടെ കരച്ചിലും കൂടെ ആയപ്പോൾ ജോബിഷിന് ആകെ ഒരു വെല്ലായ്മ തോന്നി. മതി പറഞ്ഞത്, എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. നിങ്ങളൊന്ന് പെട്ടെന്ന് ഡ്രസ്സ് ചെയ്തു തന്നാൽ മതി. ജോബിഷ് അവരുടെ കുറ്റപ്പെടുത്തലുകൾക്ക് തടയിട്ടുകൊണ്ട് ഇടയിൽ കയറി പറഞ്ഞു. അപ്പോഴാണ് ഡോക്ടർ ജോബിഷിനെ ശരിക്കും ഒന്ന് നോക്കിയത്. ഞാൻ എവിടെയോ കണ്ട് നല്ല പരിചയം. ഡോക്ടർ ഒരു സംശയം എന്ന പോലെ ജോബിഷിനെ നോക്കി പറഞ്ഞു. കണ്ടു കാണും, ഞാൻ ACP ജോബിഷ്. ജോബിഷ് കുറച്ച് തലയെടുപ്പോടെ പറഞ്ഞു. ഓ അറിയാം സാർ, ഇപ്പോൾ പിടികിട്ടി. എനിക്ക് ന്യൂസിലൊക്കെ കണ്ട് നല്ല പരിചയമുണ്ട്. സാർ ഇപ്പോൾ ഇവിടെയാണോ? അതെ, എറണാകുളത്തായിരുന്നു. ഇപ്പോൾ ഇവിടേക്ക് ട്രാൻസ്ഫർ ആയി വന്നിട്ട് 2 മാസമായേ ഉള്ളൂ, ജോബിഷ് പറഞ്ഞു. അത് ശരി, നല്ല മുഖപരിചയം തോന്നി. അതാ ചോദിച്ചത് കേട്ടോ. സാർ ഇരിക്കണം. ഡോക്ടർ ജോബിഷിന് ഇരിക്കാനായി അവിടെയുള്ള കസേര നീക്കി വെച്ചു കൊടുത്തു. നോ താങ്ക്സ്, ഇരിക്കുന്നില്ല, ഇറ്റ്സ് ഓക്കെ, ഞാൻ പുറത്തുണ്ടാകും. ഇത് കഴിഞ്ഞിട്ട് ഈ കുട്ടിയെ പെട്ടെന്ന് പറഞ്ഞു വിട്ടാൽ മതി. ഈ കുട്ടി സാറിൻ്റെ? ഡോക്ടർ ജോബിഷിനോട് ചോദിച്ചു. എൻ്റെ ആരുമല്ല, ഒരു അപകടം കണ്ടപ്പോൾ അങ്ങനെ കൊണ്ടുവന്നതാണ്. മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ? ജോബിഷ് ഡോക്ടറോട് ചോദിച്ചു. ഇല്ല, ഈ മുറിവ് ഡ്രസ് ചെയ്തു കഴിഞ്ഞാൽ പോകാം.
3 ദിവസത്തേക്ക് മരുന്ന് എഴുതാം. മുറിവിൽ പഴുപ്പ് വരാതെ നോക്കണം. നനവ് തട്ടാനേ പാടില്ല. കുട്ടി മുറിവിൽ വെള്ളമൊന്നും ആവാതെ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ 5 ദിവസം മുറിവ് ഡ്രസ് ചെയ്യേണ്ടി വരും. ഇവിടെയോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലോ ചെന്ന് ചെയ്താൽ മതി. ഡോക്ടർ അവളെ നോക്കി പറഞ്ഞു. ശേഷം ഡോക്ടർ ജോബിഷിനോട് സൗമ്യമായി ചിരിച്ചു. ഓക്കെ ഡോക്ടർ. അത് പറഞ്ഞുകൊണ്ട് ജോബിഷ് കാഷ്വാലിറ്റിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. കുറച്ചു കഴിഞ്ഞ് മുറിവ് ഡ്രസ് ചെയ്ത് കഴിഞ്ഞ ശേഷം പാർവതിയും അവിടെ നിന്നിറങ്ങി. വരാന്തയിൽ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ജോബിഷിനെ കണ്ടപ്പോൾ അവൾ ജോബിഷിന് അരികിലേക്ക് ചെന്നു. കഴിഞ്ഞോ? ജോബിഷ് അവളെ കണ്ടപ്പോൾ ചോദിച്ചു. കഴിഞ്ഞു. അവൾ ചെറുതായി തലയാട്ടി. അച്ഛൻ്റെ നമ്പർ തരൂ, ഞാൻ വീട്ടിലേക്ക് കോൾ ചെയ്യാം, ജോബിഷ് പറഞ്ഞു. അവൻ അത് ചോദിച്ചപ്പോൾ അവൾ ഒന്നും പറയാതെ അങ്ങനെ നിൽക്കുകയായിരുന്നു. എന്താടോ ഇത്? എന്ത് ചോദിച്ചാലും മറുപടിയില്ല. ഓരോന്നിനും ഉത്തരം കിട്ടാൻ ഞാൻ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണോ? അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അച്ഛൻ്റെ നമ്പർ തരൂ കുട്ടി, അല്ലെങ്കിൽ വീട്ടിൽ ആരുടെയെങ്കിലും നമ്പർ പറയൂ, ജോബിഷ് ചോദിച്ചപ്പോൾ ആരുടെ നമ്പർ കൊടുക്കണമെന്ന് അവൾക്ക് ഒരു പിടിയുമില്ലായിരുന്നു. അവൾ നിന്ന് പരുങ്ങുന്നത് കണ്ടപ്പോൾ ജോബിഷിന് എന്തോ ഒരു സംശയം തോന്നി. എന്തുപറ്റി? പാർവതിക്ക് വീടും വീട്ടുകാരും ഒന്നുമില്ലേ? അവൻ അവളോട് ചോദിച്ചു. ഉണ്ട്, അവൾ പറഞ്ഞു. പിന്നെന്താ, താൻ വീട്ടിൽ നിന്ന് ചാടിപ്പോന്നതാണോ? ജോബിഷ് അവളെ സംശയത്തോടെ നോക്കി. അല്ല, അങ്ങനെ ഒന്നുമല്ല, അവൾ പറഞ്ഞു. എന്നാൽ പിന്നെ കോണ്ടാക്ട് നമ്പർ താടോ. ജോബിഷിന്റെ ശബ്ദം കനത്തപ്പോൾ പാർവതി വേഗം അവളുടെ തോളിലുണ്ടായിരുന്ന കുഞ്ഞു ബാഗിൽ നിന്ന് അവളുടെ മൊബൈൽ എടുത്തു. അതിൽ നോക്കി അവളുടെ അച്ഛൻ്റെ നമ്പർ ജോബിഷിന് പറഞ്ഞു കൊടുത്തു. ജോബിഷ് അവൾ പറഞ്ഞ നമ്പർ വേഗത്തിൽ ഫോണിൽ ഡയൽ ചെയ്തു. ഒരു പോക്കറ്റിൽ കൈയിട്ടു മറുകൈയിലെ ഫോൺ ചെവിയോട് ചേർത്ത് വെച്ചുകൊണ്ട് ജോബിഷ് അങ്ങനെ നിന്നു. ജോബിഷ് അങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ വല്ലാത്തൊരു ഭംഗിയായിരുന്നു. എല്ലാം തികഞ്ഞ ഒരു പോലീസുകാരൻ്റെ ഗാംഭീര്യം അവൻ്റെ നടത്തത്തിലും ഇരുത്തത്തിലും സംസാരത്തിലുമൊക്കെ ഉണ്ടായിരുന്നു. പാർവതി ജോബിഷിന്റെ പിറകിൽ നിന്ന് അവനെ അങ്ങനെ നോക്കി നിന്നു. 2 തവണ കോൾ റിങ് പോയെങ്കിലും മറുപുറത്ത് കോൾ അറ്റൻഡ് ചെയ്തില്ല. ഫോൺ എടുക്കുന്നില്ലല്ലോ, മറ്റേതെങ്കിലും നമ്പറുണ്ടോ? ജോബിഷ് തിരിച്ചു വന്ന് അവളോട് ചോദിച്ചു. അമ്മയുടെ നമ്പറില്ലേ? അവൻ അവളെ നോക്കി. ഉണ്ട്, പാർവതി പറഞ്ഞു. എന്നാൽ അത് തരൂ, ജോബിഷ് പറഞ്ഞപ്പോൾ അവൾ വലിയ താല്പര്യമില്ലാതെ ഫോണിൽ അമ്മയുടെ നമ്പർ നോക്കാൻ തുടങ്ങി. അപ്പോഴാണ് പാർവതിയുടെ അച്ഛൻ്റെ നമ്പറിൽ നിന്ന് ജോബിഷിന്റെ ഫോണിലേക്ക് തിരിച്ചു കോൾ വരുന്നത്. 1 മിനിറ്റ്, ആ നമ്പറിൽ നിന്ന് തിരിച്ചു വിളിക്കുന്നുണ്ട്. ജോബിഷ് അപ്പോൾ തന്നെ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, ഞാനിവിടെ SP ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ മോള് പാർവതിക്ക് ചെറിയൊരു അപകടം പറ്റിയിട്ടുണ്ട്. ആ കുട്ടി സഞ്ചരിച്ചിരുന്ന വണ്ടി ചെറുതായൊന്ന് ആക്സിഡന്റ് ആയി. നിങ്ങൾ അത്യാവശ്യമായി ഒന്നിവിടെ വരെ വരണം, ജോബിഷ് ഫോണിൽ പറഞ്ഞു. മറുപുറത്ത് നിന്ന് എന്താണ് തിരിച്ചു പറഞ്ഞതെന്ന് പാർവതി കേട്ടില്ല. എങ്കിലും ജോബിഷിന്റെ മുഖം മാറുന്നത് അവൾ ശ്രദ്ധിച്ചിരുന്നു. എന്തായാലും നല്ലൊരു മറുപടി അപ്പുറത്തു നിന്നുണ്ടാകുമെന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നുമില്ല. എന്ത്, നിങ്ങൾക്ക് അങ്ങനെ ഒരാളെ അറിയില്ലെന്നോ? നിങ്ങളുടെ മോളാണ് നിങ്ങളുടെ നമ്പർ എനിക്ക് തന്നത്. 1 മിനിറ്റ്, ഞാനൊന്ന് കട്ട് ചെയ്ത് വിളിക്കാം. ജോബിഷ് അത് പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്ത് പാർവതിക്ക് അരികിലേക്ക് വന്നു. പാർവതി, നമ്പർ മാറിയെന്ന് തോന്നുന്നു. താൻ അച്ഛൻ്റെ നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ. പാർവതി അപ്പോൾ ഒന്നും പറയാതെ നിറഞ്ഞ കണ്ണുകളോടെ ജോബിഷിന്റെ കണ്ണുകളിലേക്ക് നോക്കി. അച്ഛൻ്റെ നമ്പർ പറയൂ കുട്ടി. അത് വേറെ ആർക്കോ ആണ് കോൾ കണക്റ്റ് ആയത്. അയാൾക്ക് ഒരു പാർവതിയെയും അറിയില്ലെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ ചിലപ്പോൾ മാറിയതായിരിക്കും, ജോബിഷ് അവളോട് പറഞ്ഞു. നമ്പർ മാറിയതൊന്നുമല്ല സാർ. അച്ഛനെ വിളിച്ചാൽ അങ്ങനെയേ പറയൂ. എനിക്ക് അറിയാമായിരുന്നു, പാർവതി വിഷമത്തോടെ അവനോട് പറഞ്ഞു. എന്ത്? അതെന്താ അങ്ങനെ? ജോബിഷ് അവളെ നോക്കി. ഒന്നുമില്ല, അത് അങ്ങനെയാ സാർ, പാർവതി സങ്കടം കടിച്ചമർത്തി വിറച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ ദയനീയമായ മുഖഭാവവും കരഞ്ഞു കലങ്ങിയ കണ്ണുകളും നിസ്സഹായതയോടെയുള്ള ആ നോട്ടവും ഒക്കെ കൂടെ കണ്ടപ്പോൾ ജോബിഷിന് ആകെ എന്തോ ഒരു വല്ലായ്മ തോന്നി. അവളൊരു കൈകൊണ്ട് അവളുടെ കണ്ണു തുടച്ചു. എന്നിട്ട് ജോബിഷിനോട് പറഞ്ഞു. സാർ പൊയ്ക്കോളൂ, ഞാൻ നേരം പുലരുന്നവരെ ഇവിടെ ഇരുന്നോളാം. നേരം വെളുത്തു തുടങ്ങിയാൽ പിന്നെ പേടിക്കാനില്ലല്ലോ. ഞാൻ ഏതെങ്കിലും ഒരു ഓട്ടോ വിളിച്ച് പൊയ്ക്കോളാം. സാറിൻ്റെ നമ്പർ ഒന്ന് പറയാമോ? എൻ്റെ കയ്യിൽ ക്യാഷായിട്ട് തരാനില്ല. കൗണ്ടറിൽ കൊടുത്ത പൈസ ഞാൻ ഗൂഗിൾ പേ ചെയ്തു തരാം. അവൾ അത് പറഞ്ഞുകൊണ്ട് അവളുടെ ഫോണിൽ ഗൂഗിൾ പേ ഓണാക്കിയപ്പോൾ ജോബിഷ് അവളെ തന്നെ അവളറിയാതെ ഒന്ന് നോക്കി. ശേഷം അവൻ്റെ കൈകൊണ്ട് അവളുടെ ഫോണിന്മേൽ കൈവച്ചു. എന്നിട്ട് പറഞ്ഞു. അതവിടെ നിൽക്കട്ടെ, താൻ കാര്യം എന്താണെന്ന് പറ. തൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൾ അപ്പോൾ അവനെ നോക്കി ചുണ്ടിലൊരു ചിരി വരുത്തി. ആ ചിരിയിൽ എത്രത്തോളം മായമുണ്ടെന്ന് കാണുന്ന അവന് തന്നെ വ്യക്തമായിരുന്നു.
വീട്ടിൽ പ്രശ്നമേ ഉള്ളൂ. അത് നോക്കണ്ട. സാർ എന്തായാലും എന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നല്ലോ. താങ്ക്സ്. അല്ലെങ്കിൽ ഞാൻ ആ ഇരുട്ടത്ത് ഒറ്റയ്ക്ക് പെട്ടുപോയേനെ. അവൾ പറയുമ്പോൾ ജോബിഷ് അവളെ തന്നെ നോക്കുകയായിരുന്നു. അവൻ അപ്പോൾ മനസ്സിലോർത്തു, മദ്യപിച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടി. അവളോട് അടുക്കുമ്പോൾ മദ്യത്തിന്റെ മണം നന്നായുണ്ട്. പക്ഷേ അവൾ ഇത്രയും നോർമലായി സാധാരണഗതിയിൽ സംസാരിക്കുന്നു. ഇത്രത്തോളം മദ്യപിച്ച ഒരു പെൺകുട്ടിക്ക് ശരിക്ക് പറഞ്ഞാൽ നാക്കു കുഴയാതെ സംസാരിക്കാൻ തന്നെ ആവില്ല. ജോബിഷിന് അവളുടെ കാര്യത്തിൽ എന്തൊക്കെയോ സംശയം തോന്നിത്തുടങ്ങി. പോരാത്തതിന് സംസാരം കൂടെ കേട്ടപ്പോൾ ഒരു പാവമാണെന്നുള്ള തോന്നലും. അവൻ അപ്പോൾ അവളുടെ കൈയിലെ മുറിവിലേക്ക് ഒന്ന് നന്നായി നോക്കി. പാവമാണ്. ഇത്ര വലിയ മുറിവ് പറ്റി ഇത്രത്തോളം ചോര പോയിട്ടും മദ്യപിച്ച് വണ്ടി ഓടിച്ചു എന്ന ഒരൊറ്റ ദേഷ്യം കൊണ്ട് താൻ അവൾക്ക് കുടിക്കാൻ ഒരു കുപ്പി വെള്ളം വേണമോ എന്നുപോലും ചോദിച്ചില്ല. ആകെ വയ്യാതെ നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ ജോബിഷിന് എന്തോ വല്ലാതെ പാവം തോന്നി. അവൻ അവളുടെ കണ്ണിലേക്ക് ഒന്നുകൂടെ നോക്കുമ്പോഴേക്കും അവൾ അവളുടെ തലയിൽ കൈ അമർത്തിക്കൊണ്ട് ജോബിഷിനോട് പറഞ്ഞു, സർ, എനിക്കെന്തോ തല കറങ്ങുന്ന പോലെ. ഞാനൊന്ന് ഇവിടെ ഇരുന്നോട്ടെ സർ? സർ പൊയ്ക്കോളൂ. അവൾ അത് പറഞ്ഞുകൊണ്ട് കസേര നോക്കി ഇരിക്കാൻ പോയതും വീഴാൻ പോകുന്ന പോലെ ജോബിഷിന് തോന്നി. അവൻ പെട്ടെന്ന് തന്നെ അവളെ അവൻ്റെ കയ്യിൽ താങ്ങി പിടിച്ചു നിർത്തി. എന്നിട്ട് അവളെ വേഗം കൊണ്ടുചെന്ന് തൊട്ടടുത്തുള്ള കസേരയിലേക്കിരുത്തി. ഏയ് പാർവതി, എന്താ ഇത്? എന്തു പറ്റി? ഒരു മിനിറ്റ് ഇവിടെ ചാരിയിരിക്കുക കേട്ടോ, ഞാനിപ്പോൾ വരാം. ജോബിഷ് വേഗം കാഷ്വാലിറ്റിയിലേക്ക് ഓടിച്ചെന്നു ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ അപ്പോൾ തന്നെ അങ്ങോട്ട് വന്നു. പരിശോധിച്ചു നോക്കിയപ്പോൾ BP നല്ല കുറവാണ്. പ്രഷർ വല്ലാതെ കുറഞ്ഞതാണ് സർ. അങ്ങോട്ട് റൂമിലേക്ക് കിടത്താം. നോർമൽ ആവാനുള്ള ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാം. ഡോക്ടർ വേഗം അറ്റൻഡറെ കൈനീട്ടി വിളിച്ചു. അറ്റൻഡറും സ്റ്റാഫും അവളെ താങ്ങി വീൽചെയറിൽ ഇരുത്തി കാഷ്വാലിറ്റി റൂമിലെ കട്ടിലിൽ കൊണ്ടുചെന്ന് കിടത്തി. ഡോക്ടർ അപ്പോൾ തന്നെ അവൾക്ക് BP നോർമൽ ആകാനുള്ള ഒരു ഇഞ്ചക്ഷൻ ഇട്ടു. എന്താ സർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ കുട്ടിയുടെ വീട്ടിൽ നിന്ന് ആരും വന്നില്ലേ? ഡോക്ടർ അപ്പോൾ ജോബിഷിനോട് ചോദിച്ചു. വീട്ടിലേക്ക് വിളിച്ചിരുന്നു, ഫോണിൽ കിട്ടുന്നില്ല. ഒന്നുകൂടെ ട്രൈ ചെയ്തു നോക്കണം. നിങ്ങൾ എന്തായാലും കുട്ടിക്ക് വേണ്ട പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കൂ, ജോബിഷ് ഡോക്ടറോട് പറഞ്ഞു. അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല സർ. ബ്ലഡ് പോയതിൻ്റെയും അപകടം പറ്റിയതിൻ്റെയും ക്ഷീണമാണ്. പോരാത്തതിന് കുട്ടി ഡ്രിങ്ക്സും കഴിച്ചിട്ടുണ്ടല്ലോ. എന്തോ പാർട്ടിയോ മറ്റോ കഴിഞ്ഞുള്ള വരവായിരിക്കണം. ഇപ്പോഴത്തെ കുട്ടികളല്ലേ, അവർക്ക് ഇതൊക്കെ ശീലമാ. പണ്ടൊക്കെ ആൺകുട്ടികളെ മാത്രം ശ്രദ്ധിച്ചു കെയർ ചെയ്താൽ മതിയായിരുന്നു. ഇപ്പോൾ ഒരു പ്രായം എത്തിയാൽ ആൺകുട്ടിയും പെൺകുട്ടിയും ഒക്കെ ഒരേ കണക്കാ, ഡോക്ടർ ജോബിഷിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ജോബിഷ് ഒന്നും പറയാതെ തലയാട്ടിക്കൊണ്ട് പാർവതി കിടക്കുന്ന കട്ടിലിന് അരികിലേക്ക് ചെന്നു. ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും പാർവതി ഒന്ന് ചെറുതായി കണ്ണു തുറന്നിരുന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട്? ജോബിഷ് ചോദിച്ചു. സാരമില്ല, ചെറുതായി ഒന്ന് തല കറങ്ങിയതാ, ഇപ്പോൾ മാറി, അവൾ പറഞ്ഞു. ഒരു മിനിറ്റ്, ഞാൻ പോയി കുടിക്കാൻ എന്തെങ്കിലും വാങ്ങി വരാം. ജോബിഷ് അത് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ അവിടെ നിന്നിറങ്ങി. കയ്യിൽ ഒരു ലൈം ജ്യൂസുമായാണ് അവൻ തിരികെ വന്നത്. അവൻ അത് പാർവതിക്ക് നേരെ നീട്ടി. ഇത് കുടിച്ചോളൂ, ക്ഷീണം കൊണ്ടായിരിക്കും വീഴാൻ പോയത്. ഇപ്പോൾ തലക്കറക്കം മാറിയോ? അവൻ അവളെ നോക്കി. മാറി. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൻ്റെ കയ്യിൽ നിന്ന് ആ ഗ്ലാസ് വാങ്ങി അതിലെ സ്ട്രോ ചുണ്ടോട് ചേർത്ത് വെച്ച് വേഗത്തിൽ അത് വലിച്ചു കുടിച്ചു. എങ്ങനെയുണ്ട് ഇപ്പോൾ? റൂമിലേക്ക് മാറ്റണോ? ഡോക്ടർ വന്ന് അവളോട് ചോദിച്ചു. ഇല്ല, ഇപ്പോൾ ഒന്നുമില്ല, മാറി ഡോക്ടർ, പാർവതി പറഞ്ഞു. വലിയ ബുദ്ധിമുട്ടില്ലെങ്കിൽ പൊയ്ക്കോളൂ. കിടക്കേണ്ട അർജന്റ് കേസ് ഒന്നുമില്ല. പിന്നെ കുട്ടി, ഞാൻ ഉപദേശിക്കുകയാണെന്ന് കരുതരുത്. ഈ പ്രായത്തിലെ ഇങ്ങനെ കുടിച്ച് നശിക്കുകയാണോ? ജീവിതം ഇനിയും എത്രയോ മുന്നോട്ട് കിടക്കുന്നു. വീട്ടുകാരെ ഓർത്തെങ്കിലും നന്നായി നടക്കാൻ നോക്ക്. ഡോക്ടർ ഒരു ഉപദേശം എന്ന പോലെ പറഞ്ഞപ്പോൾ പാർവതിക്ക് പറയാൻ വാക്കുകൾ ഉണ്ടായിരുന്നില്ല. അവൾ ഡോക്ടറെ നോക്കി ചെറുതായി ഒന്ന് ചിരിച്ചു. പോകാം സർ, അവൾ ജോബിഷിനെ നോക്കി പറഞ്ഞു. ജോബിഷ് തലയാട്ടി. അവൾ മെല്ലെ കട്ടിലിൽ നിന്ന് എണീറ്റു. ജ്യൂസ് കുടിച്ച പേപ്പർ ഗ്ലാസ് അവിടെ വേസ്റ്റ് ബിന്നിൽ കളഞ്ഞു പുറത്തേക്കിറങ്ങി. പതിയെ നടന്നു. അവൾക്കൊപ്പം തന്നെ ജോബിഷും ഉണ്ടായിരുന്നു. ജോബിഷിന്റെ ബൂട്ടിന്റെ ശബ്ദം വരാന്തയിലെങ്ങും നന്നായി കേൾക്കാമായിരുന്നു. അവന്റെ കാലിനൊപ്പം തന്നെ പാർവതിയുടെ വെളുത്ത കാലുകൾ മുൻപോട്ട് ചലിച്ചു. രണ്ട് പോക്കറ്റിലും കൈയിട്ട് എന്തോ ആലോചിച്ചു അങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് ജോബിഷ് തല ചെരിച്ച് അവളെ നോക്കി. അച്ഛൻ എന്താ ഫോൺ വിളിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞത്? ജോബിഷ് നടത്തത്തിനിടയിൽ അവളോട് ചോദിച്ചു. അങ്ങനെയേ പറയൂ, അവരെന്നെ നോക്കില്ല, പാർവതി പറഞ്ഞു. അവൾ അത് പറഞ്ഞപ്പോൾ പിന്നെ അവനൊന്നും ചോദിച്ചില്ല. മരുന്ന് വാങ്ങിക്കണ്ടേ? 3 ദിവസത്തേക്ക് മരുന്ന് എഴുതിയിട്ടുണ്ട്. ജോബിഷ് അത് പറഞ്ഞുകൊണ്ട് ഒന്നുകൂടെ അവളെ നോക്കി. ഞാൻ വാങ്ങിച്ചോളാം സർ, പൊയ്ക്കോളൂ. പാർവതി ജോബിഷിനെ നോക്കി ചിരിച്ചുകൊണ്ട് തലയാട്ടി.
ഞാൻ പോയിക്കോളാം. അതിനു മുൻപ് ഒരു 5 മിനിറ്റ് നീ ഇവിടെ ഇരിക്ക്. ജോബിഷ് പുറത്തെ വരാന്തയിൽ നിരത്തിയിട്ടിരിക്കുന്ന കസേരകളിൽ ഒന്നിലേക്ക് ഇരുന്നുകൊണ്ട് അവളോട് തൊട്ടടുത്ത കസേരയിൽ ഇരിക്കാനായി പറഞ്ഞു. ഞാനൊന്ന് മുഖം കഴുകിയിട്ട് വന്നോട്ടെ? അവൾ ജോബിഷിനോട് ചോദിച്ചു. പോയിട്ട് വേഗം വാ, ജോബിഷ് അവളോട് പറഞ്ഞു. പാർവതി അപ്പോൾ അവിടെ വരാന്തയിലുള്ള വാഷ് ബേസിന് അടുത്തേക്ക് ചെന്നു. അവിടെ നിന്ന് വെള്ളമെടുത്ത് നന്നായി ഒന്ന് മുഖം കഴുകി. കുറച്ചു ദൂരെ മാറി കസേരയിൽ ഇരുന്നു കൊണ്ട് ജോബിഷ് അതൊക്കെ നോക്കി കാണുന്നുണ്ടായിരുന്നു. ശേഷം അവളുടെ ബാഗിൽ നിന്നും ചെറിയ ടവലെടുത്ത് മുഖം നന്നായി തുടച്ചു. എന്നിട്ട് ജോബിഷിന് അരികിൽ ചെന്നു നിന്നു. ഇവിടിരിക്കി, ജോബിഷ് തൊട്ടടുത്തുള്ള കസേരയിൽ കൈ തട്ടിക്കൊണ്ട് അവളോട് പറഞ്ഞു. അവൾ മെല്ലെ അവനരികിലുള്ള കസേരയിൽ ഇരുന്നു. എങ്ങനെയാ ഈ മദ്യമൊക്കെ ദേഹത്തായത്? അതായിരുന്നു ജോബിഷ് അവളോട് ചോദിച്ച ചോദ്യം. അവൾ അപ്പോൾ ഒരു ഞെട്ടലോടെ അവനെ നോക്കി. താൻ മദ്യപിച്ചിട്ടില്ലെന്ന് ജോബിഷിന് എങ്ങനെ മനസ്സിലായി എന്നുള്ളതായിരുന്നു അവളുടെ സംശയം. ഞാൻ കുടിച്ചിട്ടില്ലെന്ന് അപ്പോൾ സാറിന് മനസ്സിലായോ? അവൾ പതിയെ ചോദിച്ചു. ജോബിഷ് അപ്പോൾ ചെറുതായി ഒന്ന് ചിരിച്ചു. കുറച്ചു കാലമായേ ഉള്ളൂ സർവീസിൽ കയറിയിട്ടെങ്കിലും ഇങ്ങനെയുള്ളവരെ കുറെ കണ്ടു പരിചയമുണ്ട്. ഇത്രമേൽ മദ്യപിച്ചു നിൽക്കുന്ന ഒരാളുടെ സംസാരവും അല്ലാത്ത ആളുടെ സംസാരവും തിരിച്ചറിയാൻ ഒരു IPSകാരനായ എനിക്ക് കഴിയാതിരിക്കില്ലല്ലോ. എങ്ങനെയാ ഈ മദ്യമൊക്കെ ശരീരത്തിലായത്? കാര്യം എന്താണെങ്കിലും പാർവതി എന്നോട് പറ. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അച്ഛൻ മദ്യപാനിയാണോ? രാത്രി ഉപദ്രവിക്കുകയോ മറ്റോ ചെയ്തോ? ജോബിഷ് അത് ചോദിച്ചപ്പോൾ പാർവതി അവന്റെ കണ്ണിലേക്ക് ഒന്ന് നന്നായി നോക്കി. എന്നിട്ട് അവളുടെ നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചു. പിന്നെ മെല്ലെ അവനോട് പറഞ്ഞു തുടങ്ങി. എനിക്ക് വീട്ടിൽ അച്ഛനും അമ്മയും 2 അനിയന്മാരുമാണുള്ളത്. നിലമ്പൂർ ടൗണിന് അടുത്ത് തന്നെയാ വീട്. വീട്ടിൽ നല്ല കാശുള്ള കൂട്ടരാ. കാശുള്ളതെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല സാമ്പത്തികമുണ്ട്. നിലമ്പൂർ ടൗണിൽ തന്നെ വലിയൊരു സൂപ്പർമാർക്കറ്റും ടെക്സ്റ്റൈൽ ഷോപ്പും ഒക്കെ അച്ഛൻ്റേതാണ്, പാർവതി പറഞ്ഞു. ജോബിഷ് അപ്പോൾ അവളെ അങ്ങനെ നോക്കി. പിന്നെന്താ വീട്ടിലെ പ്രശ്നം? പ്രശ്നം ഞാൻ തന്നെയാണ്. അവർക്കാർക്കും എന്നെ ഇഷ്ടമല്ല. അത് പറയുമ്പോൾ അവളുടെ വാക്കുകൾ വിറച്ചു. 2 അനിയന്മാരാണ് എന്നല്ലേ പറഞ്ഞത്? മൂത്ത കുട്ടിയല്ലേ പാർവതി? എന്നിട്ട് അച്ഛനും അമ്മയ്ക്കും ആർക്കും ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ അതിനൊരു കാരണം കാണില്ലേ? അതായിരുന്നു ജോബിഷിന്റെ ചോദ്യം. കാരണമുണ്ട്. പക്ഷേ ആ കാരണം ഞാനായിട്ടുണ്ടാക്കിയതല്ല. ഞാൻ അവരുടെ സ്വന്തം മോളല്ല. ഞാൻ ഓർഫനാണ് സർ. നിറഞ്ഞ കണ്ണുകളോടെ അവൾ അത് പറഞ്ഞപ്പോൾ ജോബിഷ് ഒരു നിമിഷം ഷോക്കായി. ഒരു പെൺകുട്ടിയുടെ വായിൽ നിന്ന് തന്നെ അവൾ അനാഥയാണെന്ന് നേരിട്ട് കേട്ടപ്പോൾ ജോബിഷ് ഒരു നിമിഷം വല്ലാതെയായി. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പാർവതി അവളുടെ കണ്ണ് തുടയ്ക്കുന്നുണ്ടായിരുന്നു. അച്ഛനും അമ്മയ്ക്കും വിവാഹം കഴിഞ്ഞ് കുറേ കാലം കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായില്ല. 10 വർഷമായിട്ടും കുഞ്ഞില്ലാതിരുന്നപ്പോഴാണ് അവരെന്നെ ദത്തെടുക്കുന്നത്. പരിശോധനയിൽ കുട്ടികളുണ്ടാവാൻ ചാൻസ് 5% താഴെയാണെന്ന് അറിഞ്ഞപ്പോൾ അവർ അവരുടെ മോളായി ആരോരുമില്ലാത്ത എന്നെ സ്വീകരിക്കുകയായിരുന്നു. ബിസിനസ്സും കാര്യങ്ങളും ഒക്കെയായി അന്ന് അവർ ചെന്നൈയിൽ സെറ്റിൽഡ് ആയിരുന്നു. അവിടുത്തെ ഒരു ഓർഫനേജിൽ നിന്നാണ് എന്നെ എടുത്തത്. അന്ന് എനിക്ക് 5 വയസ്സാണ് പ്രായം. 2 വർഷത്തോളം അവർ എന്നെ നന്നായി നോക്കി. പിന്നീടാണ് അമ്മ പ്രഗ്നന്റ് ആയത്. എന്നെ ദത്തെടുത്ത ശേഷവും അവർ ട്രീറ്റ്മെന്റ് തുടർന്നിരുന്നു. സ്വന്തം ചോരയിൽ ഒരു കുഞ്ഞിനെ കാണാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കാം. ആദ്യത്തെ അനിയനെ പ്രസവിച്ച് 1.5 വർഷം ആകുമ്പോഴേക്കും അമ്മ വീണ്ടും പ്രഗ്നന്റായി. അങ്ങനെ അടുത്തടുത്തായി എനിക്ക് 2 അനിയന്മാരുണ്ടായി. ഒരു കുഞ്ഞനിയനോ അനിയത്തിയോ ഉണ്ടാകാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു എനിക്ക്. പക്ഷേ ആദ്യത്തെ ആൾ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കാര്യം എടുക്കാനില്ലാതായി. പിന്നെ രണ്ടാമത്തെ ആളുടെ വരവ് കൂടെ ആയപ്പോൾ പറയണ്ടല്ലോ. ഗർഭിണി ആയപ്പോൾ തന്നെ അമ്മയ്ക്ക് എന്നോടുള്ള സമീപനത്തിൽ മാറ്റം വന്നിരുന്നു. അമ്മയ്ക്ക് മാത്രമല്ല അച്ഛനും. എന്തിനും ഏതിനും അമ്മയും അച്ഛനും എന്നോട് ദേഷ്യപ്പെട്ടു തുടങ്ങി. ശരിക്ക് പറഞ്ഞാൽ എൻ്റെ സന്തോഷത്തിൻ്റെ കാലം അവിടം കൊണ്ട് തന്നെ അവസാനിച്ചിരുന്നു. സ്വന്തം ചോരയിൽ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കെന്നെ തീരെ കണ്ടുകൂടാതായി. വീട്ടിലെ എന്ത് നല്ല കാര്യത്തിൽ നിന്നും എന്നെ അകറ്റി നിർത്താറായിരുന്നു പതിവ്. അനിയന്മാർക്ക് കൊടുക്കുന്ന പോലെയുള്ള നല്ല വസ്ത്രങ്ങളോ കളിപ്പാട്ടങ്ങളോ എന്തിന് സമയത്തിന് ഭക്ഷണം പോലും എനിക്ക് തരാതെയായി. അവരുടെ വീട്ടിൽ ഒരു ജോലിക്കാരിയെപ്പോലെ ഞാൻ കഴിഞ്ഞുകൂടി. നിയമപരമായി ദത്തെടുത്തതുകൊണ്ട് അവർക്കെന്നെ ഉപേക്ഷിക്കാനും വയ്യ. കാലങ്ങൾ മുന്നോട്ട് പോകും തോറും എന്നോടുള്ള അവഗണന കടുത്ത ദേഷ്യത്തിലേക്കും വെറുപ്പിലേക്കും പിന്നീട് അത് വലിയ ഉപദ്രവങ്ങളിലേക്കും വരെ ചെന്നെത്തി. എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു എനിക്ക്. അന്നും അറിയില്ല, ഇപ്പോഴും അറിയില്ല. പോകാനാണെങ്കിൽ ഒരിടവുമില്ല. സ്വന്തമെന്ന് പറയാൻ ആരുമില്ല. അതുകൊണ്ട് അവരുടെ എല്ലാ ദ്രോഹങ്ങളും സഹിച്ചുകൊണ്ട് അവിടെ തന്നെ കഴിഞ്ഞുകൂടി. ഇപ്പോ അനുഭവിച്ച് അതൊക്കെ ഒരു ശീലമായി.
അവർക്ക് കാശു കൊടുക്കാതെ വീട്ടിൽ ജോലിയെടുപ്പിക്കാൻ കഴിയുന്ന ഒരു വാലിക്കാരി. അതുമാത്രമാണ് ഞാൻ അവിടെ. ഞാൻ ഇനി വണ്ടിയിടിച്ച് ചത്താലും അല്ലാതെ ചത്താലും അവർക്കൊന്നുമില്ല. ശല്യം ഒഴിവായെന്നേ കരുതൂ. അതാ സാർ വിളിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞത്. പഠനത്തിൽ എനിക്ക് നല്ല മാർക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഗവൺമെന്റ് സ്കൂളുകളിൽ അധിക ചിലവൊന്നുമില്ലാതെ എൻ്റെ പഠനം നടന്നു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവരെന്നെ പഠിപ്പു നിർത്തി വീട്ടിൽ ഇരുത്താൻ നോക്കിയെങ്കിലും നല്ല മാർക്കുള്ളതുകൊണ്ട് സ്കൂളിലെ ടീച്ചർമാരെല്ലാം ഇടപെട്ടാണ് +2 തുടർന്നു ഡിഗ്രി വരെയും പഠിക്കാനായത്. അത് കഴിഞ്ഞപ്പോൾ ഒരു പ്രൈവറ്റ് ബാങ്കിൽ ജോലിക്ക് കയറി. വീട്ടിലെ ജോലിയെല്ലാം തീർത്തുവെച്ച് അവരുടെ എല്ലാവരുടെയും തുണി വരെ അലക്കി വിരിച്ച ശേഷം ജോലിക്ക് പോകും. തിരികെ വന്നു കഴിഞ്ഞാൽ വീണ്ടും കുന്നോളം പണിയുണ്ടാകും. അതിലൊന്നും എനിക്ക് പരിഭവമില്ല. കിടക്കാൻ ഒരിടവും കഴിക്കാൻ ഭക്ഷണവും കിട്ടുന്നുണ്ടല്ലോ, അങ്ങനെ കരുതി സമാധാനിച്ച് കിടന്നുറങ്ങും. സാർ ഇന്ന് കണ്ട ആക്ടീവ ഞാൻ ബാങ്കിൽ ജോലി ചെയ്ത പണം കൊണ്ട് വാങ്ങിയതാണ്. ഒരു വണ്ടി ഉണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് എവിടെയെങ്കിലും പോകണമെങ്കിൽ നടക്കേണ്ടതില്ലല്ലോ എന്ന് കരുതി ഏറെ നാൾ സ്വരുക്കൂട്ടി വെച്ച പൈസ കൊണ്ട് ആഗ്രഹിച്ച് വാങ്ങിച്ചതാണ്. വണ്ടി വാങ്ങിയത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെ അതിനുശേഷം അവർ എൻ്റെ കയ്യിൽ നിന്ന് വീട്ടുവാടകയും ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പൈസയും വരെ വാങ്ങിച്ചെടുക്കാൻ തുടങ്ങി. എതിർപ്പൊന്നും പറയാതെ ഞാൻ അതും കൊടുക്കുമായിരുന്നു. മിച്ചം വരുന്ന പൈസ എന്തെങ്കിലുമുള്ളത് എൻ്റെ മറ്റു ആവശ്യങ്ങൾക്കും എടുക്കും. ഇന്നവിടെ അച്ഛൻ്റെയും അമ്മയുടെയും വെഡ്ഡിംഗ് ആനിവേഴ്സറി ആയിരുന്നു. അച്ഛൻ്റെ ഫ്രണ്ട്സും അമ്മയുടെയും അച്ഛൻ്റെയും റിലേറ്റീവ്സും ഒക്കെയായി കുറച്ചധികം പേര് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് എല്ലാവരുടെയും എച്ചിലെടുക്കേണ്ട ഡ്യൂട്ടി എനിക്കായിരുന്നു. ഭക്ഷണം കഴിക്കാതെ ദീർഘനേരമുള്ള അടുക്കളയിലെ പണി കാരണം വല്ലാതെ ക്ഷീണിച്ചു പോയിരുന്നു ഞാൻ. തിരക്കിനിടയിൽ പാത്രം എടുത്തു വെക്കുന്നതിനിടയ്ക്ക് ചെറുതായി എൻ്റെ കൈ തട്ടി ഒരു ഗ്ലാസ് താഴെ വീണു പൊട്ടി. ശബ്ദം കേട്ട് അടുക്കളയിലേക്ക് വന്ന അച്ഛൻ വന്ന പാടെ എൻ്റെ മുഖത്തടിച്ചു. പാർവതി അവളുടെ ഇടത് കവിളിൽ കൈവച്ചുകൊണ്ട് ജോബിഷിന് കാണിച്ചു കൊടുത്തു. ജോബിഷ് അവളുടെ വെളുത്ത മുഖത്തേക്ക് ഒന്ന് നോക്കി. ചുവപ്പ് നിറത്തിൽ വണ്ണമുള്ള കൈവിരൽ പാടുകൾ അവൻ അവളുടെ മുഖത്ത് കാണാൻ കഴിഞ്ഞു. അടി കിട്ടിയിട്ടും ഞാൻ ബാക്കി പണിയെല്ലാം എടുത്തു. വന്ന ഗസ്റ്റെല്ലാം തിരിച്ചുപോയി. എല്ലാ പണിയും തീർത്ത് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തു കഴിഞ്ഞ് വീട് ഒന്നാകെ തൂത്തു തുടച്ച് വൃത്തിയാക്കി ഒന്ന് തലചായ്ക്കാനായി മുറിയിലേക്ക് പോകുമ്പോഴാണ് വെള്ളമടിക്കാൻ കുപ്പിയും എടുത്തു വെച്ചിരിക്കുന്ന അച്ഛൻ എന്നെ അങ്ങോട്ട് വിളിച്ചത്. വെള്ളമെടുത്തു കൊടുക്കാനോ മറ്റോ ആണ് വിളിക്കുന്നത് എന്ന് കരുതി അങ്ങോട്ട് ചെന്നപ്പോൾ അച്ഛൻ ദേഷ്യപ്പെട്ടുകൊണ്ട് എന്നെ കുറെ ചീത്ത വിളിച്ചു. ആരുടെയെങ്കിലും കൂടെ ഇറങ്ങിപ്പൊയ്ക്കോളാൻ പറഞ്ഞു. എന്തൊക്കെയോ കുറെ തെറിയും വിളിച്ച് പൊട്ടിച്ചു വെച്ച കുപ്പിയിലെ മദ്യം മുഴുവൻ എൻ്റെ മുഖത്തേക്കൊഴിച്ചു. അച്ഛനൊപ്പം അമ്മയുടെ ചീത്തവിളി വേറെയും ഉണ്ടായിരുന്നു. എല്ലാം കൂടെ ഒട്ടും സഹിക്കാൻ പറ്റാതെ ആയപ്പോഴാണ് ഞാൻ എൻ്റെ വണ്ടിയും എടുത്ത് റോഡിലേക്ക് ഇറങ്ങിയത്. എവിടെയെങ്കിലും കൊണ്ടുചെന്ന് ഇടിച്ച് ചാവട്ടെ എന്ന് കരുതി മനഃപൂർവ്വമാണ് ആ റോഡ് വക്കത്തുണ്ടായിരുന്ന പോസ്റ്റിൽ കൊണ്ടുചെന്ന് ഇടിച്ചത്. പക്ഷേ കാലിന് പോലും എന്നെ വേണ്ട എന്ന് പറയുന്നതാണ് സാർ അതിൻ്റെ ശരി. അത്ര വേഗത്തിൽ പോസ്റ്റിൽ ചെന്ന് ഇടിച്ചു വീണിട്ടും ഈ നിസ്സാര പരിക്കേ പറ്റിയുള്ളൂ. അപ്പോഴാണ് സാർ അവിടെ വന്നു ബൈക്ക് നിർത്തിയത്. സാർ വന്നു നോക്കുമ്പോൾ ഞാൻ അവിടെ പുല്ലിൽ കിടന്ന് കരയുകയായിരുന്നു. അപ്പോൾ സാർ എന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ ഏതെങ്കിലും പുഴയിലോ റെയിൽവേ ട്രാക്കിലോ നാളെ എൻ്റെ ജീവനില്ലാത്ത ശരീരം ഉണ്ടാകുമായിരുന്നു. അത്രയ്ക്കും മടുത്തു. എവിടേക്കെങ്കിലും ഒന്ന് മാറി നിൽക്കണമെങ്കിൽ പോലും ആരുമില്ലെനിക്ക്. എന്തൊക്കെ പണിയെടുത്താലും എത്രമാത്രം കഷ്ടപ്പെട്ടാലും ആ വീടിൻ്റെ ഒരു മൂലയ്ക്ക് ആരെയും പേടിക്കാതെ സുരക്ഷിതമായി കിടന്നുറങ്ങാമല്ലോ എന്ന് കരുതിയാണ് ഇത്രയും കാലം അവർ ചെയ്ത ക്രൂരതകളൊക്കെ സഹിച്ച് ഞാൻ അവിടെ കഴിച്ചു കൂട്ടിയത്. പക്ഷേ ഇന്ന് അച്ഛൻ പറഞ്ഞ ഒരു വാക്ക് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ഇനിയും അവർക്ക് ഒരു അധികപ്പറ്റായി അവിടെ നിന്നാൽ എൻ്റെ മുറിയിലേക്ക് ആരെയെങ്കിലുമൊക്കെ പറഞ്ഞുവിട്ട് എന്നെ കൂട്ടിക്കൊടുത്ത് അവർ പൈസ ഉണ്ടാക്കുമെന്ന്. അത് പറഞ്ഞപ്പോഴേക്കും പാർവതി പൊട്ടിപ്പൊട്ടി കരഞ്ഞു പോയിരുന്നു. എല്ലാം കേട്ടുകൊണ്ട് അവളുടെ മുഖത്തു നിന്ന് കണ്ണെടുക്കാതെ ജോബിഷ് അങ്ങനെയിരുന്നു. ഇമ ചിമ്മാതെ അവൻ അവളെ തന്നെ ഉറ്റുനോക്കി. ആരോടും പറഞ്ഞിട്ടില്ല ഇതുവരെ ഒന്നും. പറയാനും കേൾക്കാനും ആരും ഉണ്ടായിട്ടുമില്ല. കൂടെ പഠിച്ചവരും കൂട്ടുകാരികളുമൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നെങ്കിലും നാണക്കേട് ഓർത്ത് ഇതുവരെ ആരോടും ഇതൊന്ന് തുറന്നു പറയാൻ തോന്നിയിട്ടില്ല. പറയാൻ അത്രമേൽ അടുപ്പമുള്ള ആരെയും ഇന്ന് വരെ കണ്ടു കിട്ടിയിട്ടുമില്ല. വെള്ളമടിച്ച് ബോധമില്ലാതെ രാത്രി ഇറങ്ങി നടക്കുന്ന പെൺകുട്ടി എന്ന നിലയിൽ ഡോക്ടറും നേഴ്സും എന്നെ നോക്കി പുച്ഛത്തോടെ സംസാരിക്കുമ്പോഴും എനിക്ക് അവരോട് പരിഭവം ഒന്നും തോന്നിയിട്ടില്ല. അവർ പറഞ്ഞത് അത്രയും ശരിയാണ്. പക്ഷേ എൻ്റെ അവസ്ഥ എനിക്കല്ലേ അറിയൂ സാർ. കയ്യിലെ മുറിവിനേക്കാൾ വേദന തോന്നിയിരുന്നു അവരുടെ പുച്ഛത്തോടെയുള്ള സംസാരം കേട്ടപ്പോൾ. പിന്നെ ജീവിതത്തിലുടനീളം ഇതൊക്കെ ശീലിച്ചതുകൊണ്ട് ഇപ്പോൾ ഒക്കെ അങ്ങ് പരിചയമായി. സാർ കാരണമാണ്, സാർ കാരണം മാത്രമാണ് ഇപ്പോൾ ഞാൻ ജീവനോടെ ഇരുന്ന് ഇതൊക്കെ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, മനസ്സിൽ ഉറപ്പിച്ചതായിരുന്നു ഇന്നത്തോടെ എൻ്റെ മരണം.
ഇതെന്തോ ഒരു രണ്ടാം ജന്മം കിട്ടിയപോലെ തോന്നുന്നു ഇപ്പോൾ. അതുകൊണ്ടാണ് സാറിനോട് ഇതൊക്കെ തുറന്നു പറഞ്ഞത്. എൻ്റെ ജീവൻ രക്ഷിച്ച ആളെന്ന നിലയ്ക്ക് പറയണമെന്ന് തോന്നി. ഒരാളെങ്കിലും ഒരാൾ എന്നെ മോശക്കാരിയായിട്ട് കാണാതിരിക്കട്ടെ. സാർ എന്നെക്കുറിച്ച് തെറ്റായി വിചാരിക്കരുത്. പാർവതി ജോബിഷിനെ നോക്കി കരഞ്ഞുകൊണ്ട് ചുണ്ടിലൊരു ചിരി വരുത്തി. ജോബിഷ് അപ്പോഴും എല്ലാം കേട്ടുകൊണ്ട് സഹതാപത്തോടെ അവളെ തന്നെ ഉറ്റുനോക്കുകയായിരുന്നു. എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ അവൻ അവൻ്റെ വലതുകൈ ചുരുട്ടി ദേഷ്യത്തോടെ കസേരയിലൊന്ന് ഇടിച്ചു. എന്നിട്ട് പാർവതിയോട് പറഞ്ഞു, എല്ലാം തുറന്നു പറഞ്ഞത് നന്നായി. വെറുതെ വിടില്ല ഞാൻ അയാളെ. അവർക്ക് വേറെ മക്കളുണ്ടായതിന് പാവം നീ എന്തു പിഴച്ചു? അവർക്ക് വേണ്ടെങ്കിൽ സേഫായിട്ട് എവിടെയെങ്കിലും ഏൽപ്പിക്കാമായിരുന്നില്ലേ? അല്ലാതെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുകയാണോ വേണ്ടത്? കൾച്ചർലെസ് പീപ്പിൾ. ജോബിഷ് അവിടെയായിരുന്നു ചൂടാകുമ്പോൾ പാർവതി കണ്ണീരോടെ അവനെ നോക്കി. എന്നിട്ട് കണ്ണിൽ നിന്നും തുളുമ്പി വീണുകൊണ്ടിരിക്കുന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് ജോബിഷിനോട് പറഞ്ഞു, സാരമില്ല, ഞാൻ പറഞ്ഞല്ലോ, ഒക്കെ അനുഭവിച്ച് അനുഭവിച്ച് ശീലമായി. ജോബിഷ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു ദീർഘശ്വാസം എടുത്ത് ഒരു നിമിഷം സൈലന്റ് ആയിരുന്നു. ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു, ഭക്ഷണം കഴിച്ചിരുന്നോ താനിന്ന്? സ്നേഹത്തോടെ അവനത് ചോദിച്ചപ്പോൾ അവൾക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ കിട്ടിയില്ല. കണ്ണീരോടെ തന്നെ അവൾ ഇല്ല എന്ന് തലയാട്ടി. ഗസ്റ്റൊക്കെ പോയിട്ട് കഴിക്കാമെന്ന് കരുതിയിരുന്നു. പിന്നെ ഗ്ലാസ് പൊട്ടിയതുകൊണ്ടുള്ള വഴക്കും തല്ലുമൊക്കെ കഴിഞ്ഞപ്പോൾ കഴിക്കാൻ തോന്നിയില്ല. രാവിലെ ബാങ്കിലേക്ക് കുറച്ച് ചോറ് കൊണ്ടുപോയിരുന്നു. അത് കഴിച്ചിരുന്നു. ഇന്നത്തേക്ക് അത് ധാരാളം മതി, പാർവതി പറഞ്ഞു. ജോബിഷ് അപ്പോൾ ഇരുന്നിരുന്ന കസേരയിൽ നിന്ന് എണീറ്റു. എന്നിട്ട് അവളോട് പറഞ്ഞു, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇങ്ങ് താ, മരുന്ന് വാങ്ങിക്കാം. അയ്യോ വേണ്ട, ഞാൻ വാങ്ങിച്ചോളാം, എൻ്റെ കയ്യിൽ പൈസയുണ്ട്, പാർവതി പറഞ്ഞു. സാരമില്ല, ഞാൻ വാങ്ങി വരാം. ജോബിഷ് അവൾക്ക് നേരെ കൈനീട്ടി. അവളൊന്ന് സംശയിച്ച ശേഷം ബാഗിൽ നിന്ന് ഷീട്ടെടുത്ത് ജോബിഷിന് നൽകി. അവൻ അതും കൊണ്ട് ഫാർമസിയിലേക്ക് നടന്നു. പിറകെ അവളും. ഫാർമസിയിൽ ചെന്ന് മരുന്ന് വാങ്ങി. ജോബിഷ് അവൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ഫാർമസിയിൽ കൊടുത്തു. ഞാൻ അയച്ചോളാം, പാർവതി അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. സാരമില്ല, ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. എൻ്റെ സിമ്മിന് ഇവിടെ റേഞ്ച് കുറവാ, അതാ ഗൂഗിൾ പേ യൂസ് ചെയ്യാൻ പറ്റാത്തത്. കയ്യിൽ ക്യാഷ് ഉണ്ട്, ജോബിഷ് അവളോട് പറഞ്ഞു. ഞാൻ തരാട്ടോ, പാർവതി വീണ്ടും പറഞ്ഞു. ഞാൻ വാങ്ങിച്ചോളാമെടോ, അതല്ലല്ലോ ഇപ്പോൾ വലിയ കാര്യം, താൻ വാ. ജോബിഷ് അവളുടെ മരുന്നിൻ്റെ പൊതിയുമായി അവളെയും കൂട്ടി ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് നടന്നു. പാർക്കിംഗ് ഏരിയയിലേക്കാണ് അവൻ ചെന്നത്. ശേഷം അവളുടെ മരുന്നിൻ്റെ പൊതി അവൻ്റെ ബുള്ളറ്റിനു മുൻപിലുള്ള ബാഗ് തുറന്നു അതിൽ വെച്ചു. പാർവതി ഒരു സംശയത്തോടെ അവനെ നോക്കി. ഞാൻ ഇവിടെ ഇരുന്നോളാം സാർ, രാവിലെ പൊയ്ക്കോളാം, പാർവതി അപ്പോൾ അവനോട് പറഞ്ഞു. രാവിലെ എങ്ങോട്ട് പോകും? ജോബിഷ് അവളെ നോക്കി ചോദിച്ചു. ആ നശിച്ചവരുടെ ഇടയിലേക്ക് എന്തായാലും നീ ഇനി പോകണ്ട. വാ കയറ്, ഞാൻ സേഫ് ആയൊരിടത്ത് ആക്കാം. എന്തായാലും തനിക്ക് ഒരു കാര്യത്തിൽ എന്നെ വിശ്വസിക്കാം. ഞാൻ അവരെപ്പോലെ ഉപദ്രവിക്കുകയോ മുറിയിലേക്ക് ആളെ പറഞ്ഞുവിടുകയോ ഒന്നും ചെയ്യില്ല. അതുപോരെ? ജോബിഷ് അവളെ നോക്കി ചോദിച്ചു. പാർവതി അപ്പോൾ അവൻ്റെ കണ്ണുകളിലേക്ക് ഒന്നുകൂടെ നോക്കി. അവളുടെ കണ്ണിൽ നിന്നും അപ്പോഴും കണ്ണീര് ഒലിച്ചിറങ്ങുകയായിരുന്നു. അവൻ അപ്പോൾ അവളോട് പറഞ്ഞു, കരയല്ലേ, ജീവിതം എന്ന് പറയുന്നത് ചിലപ്പോൾ അങ്ങനെയൊക്കെയാണ് പാർവതി. ഈ ഭൂമിയിലെ ജീവിതം ജീവിച്ചു തീർക്കുന്നത് വരെ നമ്മൾ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. കരയാതിരിക്കി. ആരുമില്ലാത്തവർക്ക് ദൈവം ഉണ്ടാകും തുണ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? ആ ഒരാൾ തന്നെയായിരിക്കും എന്നെ അപ്പോൾ അവിടെ കൊണ്ട് എത്തിച്ചത്. അല്ലെങ്കിൽ ഞാൻ തന്നെ കാണാനോ ഇത് വല്ലതും അറിയാനോ ഇടവരുമോ? ഞാൻ കല്യാണ പാർട്ടിയും കഴിഞ്ഞ് ആ റോഡിലൂടെ അങ്ങ് കടന്നു പോകും. നീ പറഞ്ഞതുപോലെ ചിലപ്പോൾ നാളെ നിന്റെ മരണവാർത്ത കേൾക്കുമ്പോഴോ മറ്റോ നിന്നെക്കുറിച്ച് അറിയും. അപ്പോഴും ഏതോ ഒരു പെൺകുട്ടി എന്ന നിലയിൽ ഞാൻ അതങ്ങ് മറന്നു കളയും. പക്ഷേ ഇപ്പോൾ എന്തോ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നിന്നോട് വല്ലാത്ത ഒരു വാത്സല്യം തോന്നുന്നു. നിന്റെ സ്വന്തം സഹോദരനെ പോലെയോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ഒരു ഫ്രണ്ടിനെ പോലെയോ കരുതി നിനക്ക് എന്നെ വിശ്വസിക്കാം. എൻ്റെ കൂടെ വാ, ഞാൻ ചതിക്കില്ല. എൻ്റെ അമ്മച്ചിയാണേ സത്യം. ജോബിഷ് വല്ലാത്തൊരു സ്നേഹത്തോടെ സ്വരം ഇടറിക്കൊണ്ട് അത് പറഞ്ഞപ്പോൾ പാർവതി ഒന്നും പറയാതെ അവൻ്റെ ബുള്ളറ്റിനടുത്ത് അങ്ങനെ നിന്നു. ജോബിഷ് ബുള്ളറ്റിൽ കയറി. പതുക്കെ കയറിക്കോ, കയ്യിലെ മുറിവ് തട്ടിപ്പോകാതെ ശ്രദ്ധിച്ച് കയറ്, അവൻ പുറകോട്ട് തിരിഞ്ഞുകൊണ്ട് അവളോട് പറഞ്ഞു. പാർവതി അപ്പോൾ പതുക്കെ അവളുടെ വലതുകൈ സീറ്റിൽ കുത്തിക്കൊണ്ട് ബുള്ളറ്റിൽ കയറിയിരുന്നു. വണ്ടി എടുത്തോട്ടെ? ജോബിഷ് തിരിഞ്ഞുകൊണ്ട് വീണ്ടും ചോദിച്ചു. അവൾ അപ്പോൾ ചെറുതായൊന്ന് മൂളി. ജോബിഷ് അവൻ്റെ ബുള്ളറ്റ് മുന്നോട്ടെടുത്തു. അരമണിക്കൂറോളം ബുള്ളറ്റ് മെയിൻ റോഡിലൂടെ പോയ ശേഷം ചെറിയൊരു കട്ട് റോഡിലേക്ക് തിരിഞ്ഞു. അവസാനമായി ആ ബുള്ളറ്റ് ചെന്നു നിന്നത് ഗേറ്റ് വെച്ച ഒരു വീടിന് മുന്നിലേക്കാണ്. മതിൽക്കെട്ടിനുള്ളിലായിക്കൊണ്ട് ഒരു വാർപ്പ് വീട്.
ഒറ്റനിലയാണെങ്കിലും ചുറ്റിലും ധാരാളം സ്ഥലമുണ്ട്. തെങ്ങും മാവും പ്ലാവും ഒക്കെയായി വളരെ തണുപ്പ് തോന്നിക്കുന്ന ഒരിടം. മുറ്റം നിറയെ പല നിറത്തിലുള്ള പൂക്കൾ. ഇവിടെ ഇറങ്ങിക്കോ, ജോബിഷ് അവളോട് പറഞ്ഞു. പാർവതി ഒന്ന് ചുറ്റിലും നോക്കിക്കൊണ്ട് ബുള്ളറ്റിൽ നിന്ന് പതിയെ ഇറങ്ങി. ജോബിഷ് ബുള്ളറ്റ് നിർത്തി ഗേറ്റ് തുറന്നു. എന്നിട്ട് വണ്ടി അകത്തോട്ടെടുത്തു. പാർവതി അപ്പോൾ അങ്ങോട്ട് നടന്നു ചെന്നു. ശേഷം അവൻ താക്കോലുമായി ഗേറ്റിനടുത്തേക്ക് ചെന്ന് ഗേറ്റ് അടച്ച് ലോക്ക് ചെയ്ത് തിരികെ വന്നു. താക്കോലുമായി തിരികെ വരുന്ന അവനെ കണ്ടപ്പോൾ പാർവതി ഒന്ന് നോക്കി. പേടിക്കണ്ട, തന്നെ അകത്താക്കി പൂട്ടിയതൊന്നുമല്ല. രാത്രിയായാൽ നിറയെ നായ കയറിയിറങ്ങും. അതുകൊണ്ട് ഗേറ്റ് ലോക്ക് ചെയ്ത് ഇടാറാണ് പതിവ്. പിന്നെ താക്കോലിട്ട് പൂട്ടിയത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ വന്നിട്ട് ഏകദേശം 2 മാസമായേ ഉള്ളൂ. ഒരു സേഫ്റ്റിക്ക് അങ്ങ് പൂട്ടിയിട്ടേക്കും. വല്ല കള്ളന്മാരോ മറ്റോ വന്നു കയറണ്ടല്ലോ എന്ന് കരുതി. അല്ല, കള്ളന്മാർ ഇനി വന്നു കയറിയിട്ടും കാര്യമില്ല. പോലീസിന്റെ അടുത്താണോ അവന്മാരുടെ കളി നടക്കുക? അതും എൻ്റെ അടുത്ത്? ജോബിഷ് അവളെ നോക്കി ചിരിച്ചു. ശേഷം അവൻ ചെന്ന് മുൻവശത്തെ വാതിൽ തുറന്നു. ഡൈനിങ് ഹാളിലെ ലൈറ്റിട്ടു. ഡൈനിങ് ഹാളിൽ ട്യൂബ് ലൈറ്റ് തെളിഞ്ഞപ്പോൾ തന്നെ വീടിനകം വെളിച്ചം പടർന്നു. നല്ല വൃത്തിയുള്ള വലിയ വീട്. എത്ര ആൾക്ക് വേണമെങ്കിലും കിടക്കാൻ പറ്റുന്ന അത്രയും വിസ്താരത്തിലാണ് ഡൈനിങ് ഹാൾ ഉള്ളത്. പാർവതി അവിടെയൊക്കെ ഒന്ന് ചുറ്റിലും നോക്കി. ജോബിഷ് അപ്പോൾ ഉള്ളിലേക്ക് കയറി വാതിലടച്ച് ലോക്ക് ചെയ്തു. എന്നിട്ട് അവൻ അവിടെ സോഫയിൽ ചെന്നിരുന്നു. എന്നിട്ട് പാർവതിയോട് പറഞ്ഞു, പരിഭ്രമിക്കേണ്ട, ഇവിടെ തന്നെ ശല്യപ്പെടുത്താനോ ബുദ്ധിമുട്ടിക്കാനോ ആരും വരില്ല. മരിച്ചു കളയുന്നതിനേക്കാൾ ഭേദമല്ലേടോ ഇത്? ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഒരു അന്യനായിട്ട് കാണണ്ട. തൻ്റെ ഏറ്റവും അടുത്ത ആരെങ്കിലുമാണെന്ന് തന്നെ കൂട്ടിക്കോളൂ. ഇവിടെ വന്നിരിക്കി, ജോബിഷ് പറഞ്ഞു. പാർവതിയുടെ കണ്ണുകളിലും മുഖത്തും അപ്പോൾ എന്തു ചെയ്യണമെന്നറിയാത്ത ഭാവമായിരുന്നു. അവൾ പതിയെ ചെന്ന് സോഫയിലിരുന്നു. ജോബിഷ് അപ്പോൾ അവിടെ നിന്ന് എണീറ്റ് അടുക്കളയിലേക്ക് ചെന്നു. ഒരു ഇളം പച്ച നിറത്തിലുള്ള കാസറോളും പ്ലേറ്റുമായാണ് അവൻ തിരികെ വന്നത്. ജോബിഷ് അത് മേശപ്പുറത്ത് വെച്ചു കാസറോൾ തുറന്നു 2 പ്ലേറ്റിലേക്കായി വിളമ്പി. ശേഷം ജഗ്ഗിൽ നിന്ന് 2 ഗ്ലാസ്സിലും വെള്ളവും ഒഴിച്ചു വെച്ചു. എന്നിട്ട് പാർവതിയെ നോക്കി പറഞ്ഞു, താൻ അവിടെ ചെന്ന് കൈ കഴുകി വാ. ഇന്നൊന്നും കഴിച്ചില്ലല്ലോ. പാർവതി അപ്പോൾ മേശപ്പുറത്തെ പ്ലേറ്റിലേക്ക് നോക്കി. നോക്കി നിൽക്കാതെ കൈ കഴുകി വാടോ, ജോബിഷ് വീണ്ടും പറഞ്ഞു. അവൾ അവളുടെ തോളിലുണ്ടായിരുന്ന ബാഗ് സോഫയിൽ അഴിച്ചുവെച്ച് വാഷ് ബേസിന് അടുത്ത് ചെന്ന് കൈ കഴുകി മേശക്കരികിലേക്ക് വന്നു. ജോബിഷ് കസേര നീക്കിയിട്ട് കൊടുത്ത ശേഷം ഇരിക്കാൻ എന്ന പോലെ കണ്ണുകൊണ്ട് കാണിച്ചു. പാർവതി അവിടെ ഇരുന്നപ്പോൾ അവൻ അവിടെ വിളമ്പി വെച്ചിരുന്ന പ്ലേറ്റും ഗ്ലാസ്സിലെ വെള്ളവും അവൾക്ക് നേരെ നീട്ടിവെച്ചു. മറ്റേ പ്ലേറ്റിലെ ഭക്ഷണം അവൻ കഴിക്കാനും തുടങ്ങി. ഇന്ന് ഞങ്ങളുടെ സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ രാഘവേട്ടൻ്റെ വീട്ടിൽ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. മകളുടെ വയറുകാണൽ ചടങ്ങാണെന്നാ പറഞ്ഞത്. 8-ാം മാസത്തിലോ 9-ാം മാസത്തിലോ എങ്ങാനും അങ്ങനെ ഒരു ചടങ്ങില്ലേ? അതുതന്നെ. ഞാൻ വൈകിട്ട് വിവാഹ പാർട്ടിക്ക് പോകാനിറങ്ങുമ്പോഴാണ് രാഘവേട്ടൻ ഭക്ഷണവുമായി വന്നത്. അവിടുത്തെ ബിരിയാണിയാ. ഞാൻ പിന്നെ പോയി വന്നിട്ട് കഴിക്കാമെന്ന് കരുതി ഇവിടെ വാങ്ങിവെച്ചു. തനിക്ക് വരുന്ന വഴി എവിടെ നിന്നാണ് ഭക്ഷണം വാങ്ങിത്തരുക എന്നോർത്തപ്പോഴാ ഈ കാര്യം ഓർമ്മയിൽ വന്നത്. പിന്നെ ഈ ഏരിയയിലെ ഹോട്ടലൊന്നും എവിടെയാണെന്ന് എനിക്ക് വലിയ പരിചയമില്ല. അതും ഈ സമയത്ത് എവിടെ നിന്നാ ഇനി ഭക്ഷണം കിട്ടുക? ഹോട്ടലുകളൊക്കെ അടച്ചു കാണും. പിന്നെ വലിയ റെസ്റ്റോറൻറ്റുകളൊക്കെ എവിടെയാണെന്ന് തപ്പിപ്പിടിക്കാൻ നിൽക്കുമ്പോഴേക്കും നേരം വെളുക്കും. അതാ പിന്നെ തന്നെ നേരെ ഇങ്ങോട്ട് കൂട്ടിയത്. കഴിക്ക്. ജോബിഷ് പാർവതിയെ നോക്കി ചിരിച്ചു. പാർവതി അപ്പോൾ ചുണ്ടിൽ ചിരി വരുത്തിക്കൊണ്ട് അവനെ നോക്കി. സമാധാനമായിട്ട് ഭക്ഷണം കഴിക്ക് ആദ്യം. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ നോക്കാം. നിന്റെ തന്ത എന്ന് പറഞ്ഞ അവനെ പിടിച്ച് വേണമെങ്കിൽ 2 എണ്ണം പൊട്ടിക്കുകയും ചെയ്യാം. എന്താ പോരെ? ജോബിഷ് അവളെ സമാധാനിപ്പിക്കാൻ എന്ന പോലെ തമാശ രീതിയിൽ പറഞ്ഞു. ജോബിഷിന്റെ സംസാരവും രീതിയും ഒക്കെ കണ്ടപ്പോൾ ആളൊരു പഞ്ചപാവമാണെന്ന് അവൾക്ക് തോന്നി. അവൾ സമാധാനത്തോടെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു തീരാറായപ്പോൾ ജോബിഷ് കാസറോളിൽ ബാക്കിയുള്ള ഭക്ഷണം കൂടി അവൾക്ക് വിളമ്പിക്കൊടുത്തു. അയ്യോ വേണ്ട സാർ, മതി, അവൾ പ്ലേറ്റിൽ കൈ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. സാരമില്ലെന്നേ, ഉച്ചയ്ക്ക് എപ്പോഴോ ഒരിത്തിരി ചോറ് കഴിച്ച ഒരാളല്ലേ താൻ. ഇപ്പോൾ സമയം എത്രയായി എന്ന് അറിയാമോ? പോരാത്തതിന് ആക്സിഡന്റും പറ്റി കുറെ ബ്ലഡും പോയി. എൻ്റെ കയ്യിൽ നിന്നും ഡോക്ടറിൻ്റെ കയ്യിൽ നിന്നുമൊക്കെ കുറെ വഴക്കും കേട്ടു. അത് പറഞ്ഞപ്പോൾ ജോബിഷിന് പെട്ടെന്ന് അവളോട് ഒരു പാവം തോന്നി. അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, സാരമില്ല, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. കാര്യം എന്താണെന്ന് അറിയാതെ വഴക്കു പറഞ്ഞു പോയതാ. മദ്യവും ലഹരിയും ഒക്കെയായി ദിവസവും എത്ര എണ്ണത്തിനെ കാണുന്നതാണെന്ന് അറിയാമോ? ആ കൂട്ടത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയായാണ് ആദ്യം കരുതിയത്. അതുകൊണ്ട് അറിയാതെ പറഞ്ഞു പോയതാ. റിയലി സോറി. ജോബിഷ് അവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന കയ്യിലേക്ക് നോക്കി.
കൈവിരലുകൾ ഒന്ന് കൂട്ടിയുരസി ഒരു സങ്കടഭാവത്തിലിരുന്നു. പിന്നെ അവളുടെ കണ്ണുകളിലേക്കും നോക്കി. തന്നെ വഴക്കു പറഞ്ഞു പോയതിൽ ജോബിഷിന് വിഷമമുണ്ടെന്ന് പാർവതിക്ക് മനസ്സിലായി. താൻ അത് മറന്നേക്കൂ, ജോബിഷ് വീണ്ടും പറഞ്ഞു. പാർവതി അപ്പോൾ അവനെ നോക്കി മനസ്സ് തുറന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, സാരമില്ല സർ, ഞാൻ അതൊക്കെ അപ്പോഴേ മറന്നു. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇതൊക്കെ ശീലമായി പോയെന്ന്. വീട്ടിൽ നിന്ന് അമ്മയുടെയും അച്ഛൻ്റെയും മാത്രമല്ല, അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും വരുമ്പോൾ അവരുടെ വായിലിരിക്കുന്നത് കൂടി ഞാൻ കേൾക്കാറുണ്ട്. അവരൊക്കെ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ സാർ എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. പാർവതി വീണ്ടും ചിരിച്ചു. ജോബിഷ് അവളെ അങ്ങനെ തന്നെ നോക്കി നിന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം പാർവതി പ്ലേറ്റും മേശപ്പുറത്തിരിക്കുന്ന പാത്രവും ഒക്കെയായി അടുക്കളയിലേക്ക് ചെന്നു. പാർവതി പാത്രം കഴുകാനുള്ള പരിപാടിയാണെന്ന് കണ്ടപ്പോൾ ജോബിഷ് അവളെ തടഞ്ഞു. വേണ്ട, അതവിടെ വെച്ചേക്ക്, ഞാൻ കഴുകി വെച്ചോളും, ജോബിഷ് പറഞ്ഞു. പാർവതിക്ക് അത് കേട്ടപ്പോൾ ഒരു ഞെട്ടലാണ് ഉണ്ടായത്. സാറോ, അവൾ ചോദിച്ചു. അതെന്താ, ഞാൻ കഴുകിയാൽ പാത്രം ക്ലീൻ ആവില്ലേ? ജോബിഷ് ചിരിച്ചു. പാർവതിക്ക് അത് ഒരു ആൺകുട്ടിയിൽ നിന്നുമുള്ള ആദ്യത്തെ അനുഭവമായിരുന്നു. തൻ്റെ വീട്ടിലുള്ള 2 അനിയന്മാർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പ്ലേറ്റ് തനിക്ക് എറിഞ്ഞു തരാറാണ് പതിവ്. അച്ഛനും അമ്മയും അതെ. ഞാൻ അവരുടെ പരിസരത്ത് ഉണ്ടെങ്കിൽ തൻ്റെ അരികിലേക്ക് തട്ടിത്തെറിപ്പിച്ച് തരും. തന്നോടുള്ള ദേഷ്യവും വാശിയും അത്രയും അവർ പാത്രങ്ങളിലാണ് തീർക്കാറ്. അവൾ അതൊക്കെ ഒന്ന് മനസ്സിലോർത്തു. വേണ്ട സർ, എനിക്ക് ഈ കൈകൊണ്ട് കഴുകാവുന്നതേയുള്ളൂ, പാർവതി പറഞ്ഞു. അവൾ വീണ്ടും പാത്രം കഴുകാൻ ഒരുങ്ങിയപ്പോൾ ജോബിഷ് ആ പാത്രം എല്ലാം കൂടെ എടുത്ത് സിങ്കിലേക്കിട്ടു. എന്നിട്ട് ടാപ്പ് തുറന്ന് അതൊക്കെ ഒന്ന് നനച്ച ശേഷം പിന്നെ അത് ഓഫ് ചെയ്തു. എന്നിട്ട് അവളോട് പറഞ്ഞു, അത് അവിടെ നിന്നോട്ടെ, നാളെ രാവിലെ ചെയ്താലും മതി. ഇവിടെ ഇതിൻ്റെ പേരിൽ നിന്നെ വഴക്ക് പറയാൻ ആരുമില്ല. ഇങ്ങോട്ട് വാ, ഇവിടെ വന്ന് കൈ കഴുകിക്കേ. അത്രമേൽ അടുപ്പമുള്ള ആരോ ഇടപഴകുന്ന പോലെ ചെറുതായി അവളുടെ തോളിലൊന്ന് തൊട്ടുകൊണ്ട് മുന്നോട്ട് തള്ളിയപ്പോൾ പാർവതി അവൻ്റെ കണ്ണിലേക്ക് തന്നെയാണ് പെട്ടെന്നൊന്നുകൂടി നോക്കിപ്പോയത്. ശേഷം വേഗം അവളുടെ തോളിൽ നിന്ന് കൈയെടുത്തുകൊണ്ട് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ വാ, ഇന്നെന്തായാലും പാത്രത്തിൽ തൊടണ്ട. ജോബിഷ് അത് പറഞ്ഞുകൊണ്ട് ഡൈനിങ് ഹാളിലേക്ക് ചെന്നു. അടുക്കളയിലെ ടാപ്പിൽ നിന്ന് കൈ കഴുകി കഴിഞ്ഞ ശേഷം പാർവതിയും അങ്ങോട്ട് ചെന്നു. അവൻ അപ്പോൾ ചെന്ന് അവിടെയുള്ള 3 മുറികളിൽ ഒന്ന് തുറന്നു. താൻ ഇവിടെ കിടന്നോ? അത് പറഞ്ഞുകൊണ്ട് ജോബിഷ് ആ മുറിക്കകത്തേക്ക് കയറി. പാർവതി പതിയെ ചെന്ന് മുറിക്കകത്തേക്ക് നോക്കി. നല്ല വൃത്തിയുള്ള മുറി. 2 ആൾക്ക് കിടക്കാൻ കഴിയുന്ന ഒരു കട്ടിലുണ്ട്, ഒരു അലമാര, ചുമരിൽ മനോഹരമായ ഫോട്ടോ ഫ്രെയിമുകൾ. മനസ്സിന് എന്തോ ഒരു സുഖം തോന്നിക്കുന്ന രീതിയിലുള്ള തൈലത്തിൻ്റെയോ കഷായത്തിൻ്റെയോ ഒക്കെ നേർത്ത മണമുണ്ടായിരുന്നു ആ മുറിക്ക്. അവൾ അതിനകത്ത് കയറി ചുറ്റും ഒന്ന് കണ്ണോടിച്ചു. ജോബിഷ് അപ്പോൾ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇതെൻ്റെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും മുറിയാണ്. തൽക്കാലം താനിത് ഉപയോഗിച്ചോ. അവരിപ്പോൾ ഇവിടെയില്ല. ഞങ്ങളുടെ പള്ളിയിൽ ഒരാഴ്ചത്തെ ധ്യാനം നടക്കുകയാണ്. അതിനു പോയേക്കുവ. 2 ദിവസമായി പോയിട്ട്. 5-6 ദിവസത്തിനകം ഇങ്ങ് തിരിച്ചെത്തും. അവനത് പറഞ്ഞപ്പോൾ മീനാക്ഷി അവനെ നോക്കി ചിരിച്ചുകൊണ്ട് തലയാട്ടി. ആ നാട്ടിലെ പള്ളിയുടെ കാര്യം പറഞ്ഞപ്പോഴാ. ഞാൻ ശരിക്കും ഇവിടുത്തുകാരനല്ല. എവിടുത്തുകാരനാണെന്ന് പാർവതി ചോദിച്ചതുമില്ല. അത് ഞാൻ. പാർവതി എന്തു പറയണമെന്ന് അറിയാതെ ഒന്ന് തപ്പി. ജോബിഷ് അപ്പോൾ വീണ്ടും ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ വീട് കോട്ടയത്താണ്, ചങ്ങനാശ്ശേരി. എറണാകുളം ടൗൺ സ്റ്റേഷനിലായിരുന്നു പോസ്റ്റിംഗ്. ഇപ്പോൾ 2 മാസമായേ ഉള്ളൂ ഇങ്ങോട്ട് എത്തിയിട്ട്. അപ്പച്ചനും അമ്മച്ചിയും ഞാനും മാത്രമേ ഇവിടെ ഉള്ളൂ. എൻ്റെ കൂടെ PGക്ക് ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരൻ്റെ വിവാഹമായിരുന്നു ഇന്ന്. അവൻ്റെ നാട് ഇവിടെയാണ്. പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആയിരുന്നു. അതിനു പോയി വരുന്ന വഴിക്കാണ് തന്നെ കണ്ടത്. എന്തായാലും താൻ ഇവിടെ റെസ്റ്റ് എടുക്ക്, ഞാൻ പോയി കിടക്കട്ടെ. നാളെ രാവിലെ ഡ്യൂട്ടിക്ക് പോകാനുള്ളതാണ്. ശരി. ജോബിഷ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പെട്ടെന്നൊന്ന് തിരിഞ്ഞു നിന്നു. എന്നിട്ട് പറഞ്ഞു, തനിക്ക് ചേഞ്ച് ചെയ്യാൻ ഡ്രസ്സൊന്നുമില്ലല്ലോ. വാങ്ങിക്കാമെന്ന് വെച്ചാൽ ഈ സമയത്ത് ഇവിടെയെങ്ങും കടയും കാണില്ല. ഞങ്ങളുടെ നാട് ഇവിടുത്തെ പോലെയൊന്നുമല്ല. ഇവിടെ കുറച്ചുകൂടെ ഒരു റൂറൽ ഏരിയ ആണ്. അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് ഇവിടെ വന്നപ്പോൾ തോന്നിയിട്ടുമുണ്ട്. ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ ടൗണിലേക്ക് ഇറങ്ങിയാൽ ഏത് സമയത്തും നിരത്തിൽ ആള് കാണും. ഇവിടെയൊക്കെ കണ്ടില്ലേ, ഒരു ടൈം കഴിഞ്ഞാൽ റോഡ് ഫുള്ള് കാലി. അവൻ അതും പറഞ്ഞുകൊണ്ട് അവിടെയുണ്ടായിരുന്ന അലമാര തുറന്നു. എന്നിട്ട് അവളോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഇതിൽ അമ്മച്ചിയുടെ നൈറ്റി ഉണ്ട് ധാരാളം. അതിൽ ഏതെങ്കിലും ഒന്ന് എടുത്ത് ഡ്രസ്സ് മാറിയിട്ട് കിടന്നോ. പേടിക്കേണ്ട, അമ്മച്ചി നിന്നെപ്പോലെ തന്നെയാ. തടി വളരെ കുറവാണ്. അതുകൊണ്ട് നിനക്കിത് പാകമായിരിക്കും. ഇതിൽ ഏതെങ്കിലും എടുത്തോട്ടോ. തോർത്തോ മറ്റോ വേണമെങ്കിൽ എല്ലാം ഈ അലമാരയ്ക്കകത്തുണ്ട്. ശരി, റെസ്റ്റ് എടുക്ക്. ബാക്കി നമുക്ക് നാളെ നോക്കാം. ജോബിഷ് അത് പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്നിറങ്ങി. പാർവതി പതിയെ ചെന്ന് റൂമിൻ്റെ ഡോർ അടച്ചു.
ജോബിഷിന്റെ അത്രമേൽ സ്നേഹത്തോടെയുള്ള പെരുമാറ്റം കണ്ടപ്പോൾ അവൾക്ക് ശരിക്കും കരച്ചിലാണ് വന്നത്. ആരാണെന്ന് പോലും അറിയില്ല. ഇന്ന് രാത്രി കണ്ട ഒരാൾ തന്റെ അവസ്ഥ അറിഞ്ഞപ്പോൾ കൂടെ കൂട്ടി. ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു ഒരാൾ തന്നോട് ഇത്രമേൽ അടുത്ത് ഇടപെടുന്നതും ഇത്ര മാന്യമായി സംസാരിക്കുന്നതും. അവൾക്ക് ജോബിഷിനോട് വല്ലാത്ത ബഹുമാനം തോന്നി. അവൾ അലമാരയിലാകെയൊന്ന് കണ്ണോടിച്ചു. ശേഷം അമ്മച്ചിയുടെ മടക്കി വെച്ചിരിക്കുന്ന ഡ്രസ്സുകളിലൂടെയൊക്കെയൊന്ന് പതിയെ വിരലോടിച്ച് തലോടി. അതിൽ നിന്ന് ഒരു നൈറ്റി എടുത്തു. അമ്മച്ചി അധികവും വെള്ള വസ്ത്രമാണ് ഉപയോഗിക്കാറെന്ന് തോന്നുന്നു. വെള്ളയിൽ പുള്ളികളുള്ള നൈറ്റികളാണ് അധികവും അവിടെ ഉണ്ടായിരുന്നത്. വെള്ളയിൽ നീല ചെറിയ കുത്തുകളുള്ള ഒരു നൈറ്റിയും തോർത്തും കയ്യിലെടുത്തുകൊണ്ട് പാർവതി ബാത്റൂമിലേക്ക് നടന്നു. കൈക്ക് വേദനയുള്ളതുകൊണ്ട് തന്നെ ഡ്രസ്സ് മാറാനും മറ്റും അവൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും തലവഴി നന്നായി ഒന്ന് കുളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് പകുതി ആശ്വാസം ലഭിച്ചു. മദ്യത്തിന്റെ സ്മെല്ലൊന്ന് വിട്ടുപോയപ്പോൾ തലയ്ക്കുണ്ടായിരുന്ന വല്ലായ്മ കുറെ കുറഞ്ഞിരുന്നു. അവൾ അമ്മച്ചിയുടെ കട്ടിലിൽ വന്നിരുന്നു. മുൻപിലെ ചുമരിൽ കാണുന്ന ഫോട്ടോയിലേക്ക് നോക്കി എന്തൊക്കെയോ ആലോചനയിലേക്ക് പോയി. അപ്പോഴാണ് വാതിലിൽ പെട്ടെന്ന് തട്ടു കേട്ടത്. പ്രതീക്ഷിക്കാതെ ആ തട്ട് കേട്ടപ്പോൾ അവളൊന്ന് പെട്ടെന്ന് ഞെട്ടി.